ഹായ് ഹലോ വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷൻ ആണ്. ഓക്കെ, ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും റീസണിങ്ങിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ. ഓക്കെ, ഇപ്പം എല്ലാ ടോപ്പിക് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. അപ്പം അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഇത് കുറച്ചുകൂടെ ഒരു പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം നമുക്ക് ബാങ്ക് എക്സാം ആകുമ്പോഴത്തേക്ക് കുറേ റീസണിങ്ങിൽ വരും അല്ലെ. റീസണിങ് ഉണ്ട്, അല്ലെങ്കിൽ മാത്സ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ ഇതിന് പുറമെ നമുക്ക് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അല്ലേ. അപ്പൊ ഇത് നാലും ചേരുന്ന ഒരു എക്സാം ആണ് ബാങ്ക് എക്സാം അല്ലെങ്കിൽ ബാങ്കിങ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. പ്രിലിംസിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് പ്രിലിംസിന് ഏതൊക്കെ മാത്രമേ വരുന്നുള്ളൂ? അവിടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇല്ല, പകരം 3 സബ്ജക്റ്റേ ഉള്ളൂ. ആ 3 സബ്ജക്റ്റ് എന്ന് പറയുന്നത് 1 റീസണിങ്, 2 ആപ്റ്റിറ്റ്യൂഡ്, 3 ഇംഗ്ലീഷ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കറിയാം ഇന്ന് SBIPOയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അത് നോക്കി ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, എത്ര വേക്കൻസി ഉണ്ട് എല്ലാം നോക്കിയിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇനിയിപ്പോ ഒരു 2 മാസത്തിനകത്ത് അതിൻ്റെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് എക്സാം കണ്ടക്ട് ചെയ്യും. സോ അതൊക്കെ നോക്കി ആദ്യം ഇപ്പൊ POയുടെ എക്സാം ആയിരിക്കും വിളിച്ചു തുടങ്ങുന്നത്. ഇപ്പൊ SBIPO വന്നു, ഇനി അടുത്ത IBPS PO വരും. ആ ഒരു ഓർഡറിലാണ് PO, എന്നിട്ടാണ് ക്ലറിക്കൽ എക്സാമിലോട്ട് പോകുന്നത്. ആദ്യം ഓഫീസർ ലെവൽ എക്സാം ആയിരിക്കും, എന്നിട്ടായിരിക്കും ക്ലറിക്കൽ ലെവൽ എക്സാമിലോട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ വർഷം തൊട്ട് ആ ഒരു ഓർഡറിലാണ് എക്സാം കണ്ടക്ട് ചെയ്ത് വരുന്നത്. ആദ്യം SBI, പിന്നെ IBPS PO, പിന്നെ ഗ്രാമീൺ ബാങ്ക് PO വിളിക്കും, ദെൻ ഇതിന്റെ 3ന്റെയും ക്ലറിക്കൽ പോസ്റ്റ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ ആദ്യം തന്നെ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു ഏതാ? ബ്ലഡ് റിലേഷൻ. ബ്ലഡ് റിലേഷൻ ആണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിന്റെ വെയിറ്റേജ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രിലിംസിനും ഉണ്ട്, മെയിൻസിനും ഉണ്ട്, നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ പ്രിലിംസിനും മെയിൻസിനും വരുന്ന ടോപ്പിക്കാണ്. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ ബേസ് ചെയ്ത് അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ ബേസ് ചെയ്ത് അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് സബ് ക്വസ്റ്റ്യൻ കാണും. സോ 2 തൊട്ട് 3 വരെ വെയിറ്റേജിന് ക്വസ്റ്റ്യൻസ് വരാം. 2 to 3 മാർക്സ് ആണ് വെയിറ്റേജ് എന്ന് പറയുന്നത്, പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻ ആണോ ആദ്യം നോക്കാൻ പോകുന്നത്. ഇപ്പൊ PO എക്സാം ഇപ്പം നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ PO ലെവൽ പ്രിലിംസ് എങ്ങനെയായിരിക്കും ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ള പോർഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വെയിറ്റേജ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, അത് ഓർത്ത് വെച്ചേക്കാം. വെയിറ്റേജ് എന്ന് പറയുന്നത് 2 തൊട്ട് 3 മാർക്കിന് വരെ വരാം. അപ്പൊ അത് ക്വസ്റ്റ്യന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും സബ് ക്വസ്റ്റ്യൻ എത്ര വേണം എന്ന് അവർ ഡിസൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 3 മാർക്കിന് വരെ വരാം. ഇനി അതല്ല, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ 2 മാർക്കിനോ 1 മാർക്ക് വെയിറ്റേജിനോ വേണമെങ്കിൽ വരാം. 1 മാർക്കിന് അവർ ചോദിക്കണമെങ്കിൽ തീരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. സോ അതിനു മുന്നേ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ബേസിക് ആയിട്ട് ഞാൻ ഒരു 1-2 കാര്യങ്ങൾ പറയുവാണ്. ഓക്കെ, ബേസിക് ആയിട്ട് നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, രക്തബന്ധമാണ്. അപ്പൊ അവിടെ നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ കുറേ പോയിന്റ്സുകളായിരിക്കും തരുന്നത്. ഒരു 4-5 പോയിന്റ്സ് സെന്റൻസ് കണക്ട് ചെയ്ത ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ തരും. എന്നിട്ട് നമുക്കിപ്പം ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പറയുന്നത്. A എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ Bയുടെ അച്ഛനാണ്, B എന്ന് പറയുന്ന ആള് Cയുടെ മകനാണ്, C എന്ന് പറയുന്നത് Mന്റെ സിസ്റ്റർ ആണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിന്റുകളായിരിക്കും തരുന്നത്. സോ ഈ പോയിന്റിനെ കണക്ട് ചെയ്ത് നമ്മളൊരു ഫാമിലി ട്രീ വരയ്ക്കും. ഓക്കെ, ഫാമിലി ട്രീ വരയ്ക്കും. ആ ട്രീ നോക്കിയിട്ടായിരിക്കും നമ്മൾ റിലേഷൻ പറയാൻ പോകുന്നത്. 2 പേരെ എടുത്താൽ 2 പേര് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇപ്പൊ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, 2 പേരെ എടുത്താൽ അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പോയിന്റ്സ് വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് 1-2 കാര്യങ്ങൾ പറയുവാണ്, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം.
സോ ഒരു ഫാമിലി എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ ജനറലി പറയുവാണെങ്കിൽ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫാമിലി എടുത്താൽ 2 ജെൻഡേഴ്സ് ആണ് വരുന്നത്, മെയിൽ ആൻഡ് ഫീമെയിൽ. കേട്ടോ, 2 ജെൻഡേഴ്സ് ആണ്, മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട്. ഓക്കെ, മെയിലും ഫീമെയിലും. സോ മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു മെയിൽ മെമ്പർ ഉണ്ടെന്ന് മനസ്സിലായാൽ നമ്മൾ കൊടുക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരാളുടെ പേര് എഴുതിയിട്ട് ആ പേരിന്റെ സൈഡിലായിട്ട് പ്ലസ് എന്നൊരു സിമ്പിൾ ഉണ്ടെങ്കിൽ ആ ഫാമിലിയിൽ അയാൾ മെയിൽ മെമ്പർ എന്നാണ് മീൻ ചെയ്യുന്നത്. അതല്ല മൈനസ് എന്നാണ് കിടക്കുന്നതെങ്കിൽ ആ ഫാമിലിയിൽ അവർ ഫീമെയിൽ മെമ്പർ എന്നാണ് അർത്ഥം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, മെയിൽ ആണെങ്കിൽ പ്ലസ് എന്ന് കൊടുക്കുക, ഫീമെയിൽ ആണെങ്കിൽ മൈനസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക, 2 റെപ്രസെന്റേഷൻ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫാമിലിയിൽ കുറേ പേര് വരും അല്ലെ, നമ്മളൊരു വലിയൊരു കൂട്ടുകുടുംബം എടുക്കുവാണെങ്കിൽ അവിടെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ സഹോദരന്മാര്, സഹോദരിമാര്, അപ്പൊ അങ്ങനെ കുറേ ആൾക്കാർ അവിടെ വരും അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം. അച്ഛൻ എന്ന് വെച്ചാൽ നമ്മളുമായിട്ട് എന്താണ് റിലേഷൻ, അല്ലെങ്കിൽ അമ്മ എന്ന് വെച്ചാൽ എൻ്റെ ആരാണ്, ഇതൊക്കെ നമുക്ക് അറിയാം എന്താണ് ടേംസ്. ഇപ്പൊ നമുക്ക് കുറേ ടേംസ് ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന വഴിക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ടേംസ് ഒക്കെ പറഞ്ഞു തന്നെ പോവാം. അപ്പൊ അതിന് മുന്നേ നമ്മൾ റെപ്രസെന്റേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്കിവിടെ നമ്മൾ ജെൻഡർ റെപ്രസെന്റേഷൻ പറഞ്ഞു, മെയിൽ ആണെങ്കിൽ പ്ലസ് എന്ന് കൊടുക്കുക, അതല്ല ഫീമെയിൽ ആണെങ്കിൽ മൈനസ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം സിബ്ലിങ്സ് എന്നൊരു ടേം പറയാറുണ്ട് അല്ലെ, സിബ്ലിങ്സ് എന്ന് വെച്ചാൽ സഹോദരങ്ങൾ, ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ. എനിക്കൊരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ ആളെന്റെ എൻ്റെ സിബ്ലിംഗ് ആണെന്ന് എനിക്ക് ജനറലി പറയാം. ഓക്കെ, എൻ്റെ ബ്രദർ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിനെ ഞാൻ പറയുന്നതാണ് എൻ്റെ സിബ്ലിങ്സ് ആണ്. സോ സിബ്ലിങ്സ് ആണെങ്കിൽ നമ്മൾ 2 പേരുടെ പേര് ലീനിയർ ആയിട്ട് എഴുതും, ഒരു വരിയിൽ അടങ്ങുന്ന രീതിക്ക് 2 പേരുടെ പേര് എഴുതും. ഓക്കെ, 2 പേരുടെ പേരും ലീനിയർ ആയിട്ട് എഴുതും, കണക്ട് ചെയ്ത ഒരു സിംഗിൾ ആരോ കൊടുക്കും, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ആരോ റെപ്രസെന്റേഷൻ പറഞ്ഞതാണ്, കാരണം ഇത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വേണം. അപ്പൊ അതിന് വേണ്ടി ഞാനൊരു ബേസ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഒരു ബേസ് പറഞ്ഞതാണ്. സിബ്ലിങ്സ് ആണെങ്കിൽ പേരെഴുതുക, കണക്ട് ചെയ്ത ഇടയിൽ ഒരു വര, സിംഗിൾ ആരോ. ആ പേര് തന്നെ ഉണ്ട്, സിബ്ലിങ്സ് ആണെങ്കിൽ സിംഗിൾ ആരോ. ഇനി അതല്ല സ്പൗസ് ആണെങ്കിൽ സ്പൗസ് എന്ന് വെച്ചാൽ വേറൊന്നും അല്ല, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ഓക്കെ, ഹസ്ബൻഡ് ഓർ വൈഫിന്, നമ്മൾ ബ്രദർ ഓർ സിസ്റ്ററിന് സിബ്ലിങ്സ് പറഞ്ഞ പോലെ ഹസ്ബൻഡ് ഓർ വൈഫിന് കോമൺ ആയിട്ട് പറയുന്ന ടേമാണ് സ്പൗസ് എന്നുള്ള ടേം. സോ സ്പൗസ് ആണെന്നുണ്ടെങ്കിൽ വേറൊന്നും ഇല്ല, അവരൊരു പെയറാണ് അല്ലെ. സ്പൗസ് എന്ന് പറയുമ്പോൾ അവരൊരു ജോഡിയാണ്. ജോഡി ആകുമ്പോഴത്തേക്ക് കണക്ട് ചെയ്ത 2 പേരുടെ പേരിന്റെ ഇടയിൽ എന്തായിരിക്കാം, ഡബിൾ ആരോ. ഓക്കെ, അതൊന്നും നമുക്ക് ഞാൻ വീണ്ടും പറയുന്നു, പോകുന്ന വഴിക്ക് നോക്കാം. ജസ്റ്റ് ഒരു ബേസ് പറഞ്ഞതാണ്. സോ ഒരു 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, വേറൊന്നും ഇല്ല. സിബ്ലിങ്സ് ആണെങ്കിൽ പേരെഴുതുക, 2 പേരുടെ പേര് ലീനിയർ ആയിട്ട് എഴുതുക, കണക്ട് ചെയ്ത ഒരു സിംഗിൾ ആരോ. അതല്ല സ്പൗസ് ആണെങ്കിൽ അവരൊരു ജോഡിയാണ്, അവരൊരു പെയറാണ്, കപ്പിൾസ് ആണ്. സോ 2 പേരുടെ പേര് ലീനിയർ ആയിട്ട് ഇങ്ങനെ തന്നെ എഴുതുക, ഒരു വരിയിൽ എഴുതുക, കണക്ട് ചെയ്ത് 2 ആരോ. പെയർ ആയതുകൊണ്ട്, ജോഡി ആയതുകൊണ്ട് ഡബിൾ ആരോ കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ മെൻഷൻ ചെയ്തു. ഇപ്പൊ നമുക്ക് ബേസ് ആയിട്ട് ഒരു ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ജനറലി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും കൊടുക്കുന്ന റെപ്രസെന്റേഷനും ജസ്റ്റ് ഈ 2 ആരോ റെപ്രസെന്റേഷനും പറഞ്ഞു. നമുക്കിനി ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ, സോ ഇതായിരിക്കും പ്രിലിംസിന്റെ മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മെയിൻസിനും ഈ മോഡൽ തന്നെയാണ്, പക്ഷെ ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു ലെങ്തിയാണ് കേട്ടോ. ഇത് പ്രിലിംസിന് വരുമ്പോഴത്തേക്ക് PO പ്രിലിംസ്, ക്ലർക്ക് ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. PO ആകുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു ലെങ്ത് ക്വസ്റ്റ്യനിൽ വരും. മെയിൻസ് ആകുമ്പോൾ കുറച്ചുകൂടെ ലെങ്ത് കൂടും. അപ്പൊ അതാണ് പറഞ്ഞത്, ഓരോ എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്ത ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ അങ്ങ് മാറ്റും. ഓക്കെ, ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ അവരങ്ങ് ചേഞ്ച് ചെയ്യും. അപ്പം ഇവിടെ ഞാൻ നോക്കുവാണെങ്കിൽ
ഒരു 3 ജനറേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. ഒരു 3 ജനറേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഓക്കെ, ഫാമിലി മെമ്പേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഒരു കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് വെച്ചിട്ട് അവരെ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ബ്ലഡ് റിലേഷനിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ആ ഫാമിലി മെമ്പേഴ്സിനെ അങ്ങ് അറേഞ്ച് ചെയ്ത് എനിക്ക് ഇരുത്തണം. അറേഞ്ച് ചെയ്ത് ഇരുത്തിയത് വെച്ചിട്ടാണ് ഞാൻ അവരുടെ റിലേഷൻ കണ്ടുപിടിക്കുന്നത്. സോ എന്ത് പറയുമെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ട്രീ എന്ന് പറയും. ഫാമിലി ട്രീ. ഓക്കെ, ആ ടേമിന് അവിടെ വലിയ പ്രസക്തി ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരു ഫാമിലി ട്രീ വരയ്ക്കും. ആ ട്രീ നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റണം, 2 പേരെടുത്താൽ അവർ തമ്മിൽ എന്താണ് റിലേഷൻ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒരു 3 ജനറേഷൻ ഫാമിലിയിൽ കൺസിസ്റ്റ് ചെയ്യുന്നത് 7 മെമ്പേഴ്സാണ്, 7 മെമ്പേഴ്സാണ്. ഓക്കെ, ബി ഈസ് ഡോട്ടർ ഇൻ ലോ ഓഫ് ഡി. ബി എന്ന് പറയുന്ന ആള് ആരാണെന്നാ പറഞ്ഞേക്കുന്നത്? ഡോട്ടർ ഇൻ ലോ ആണ്. ഡോട്ടർ ഇൻ ലോ എന്ന് വെച്ചാൽ മരുമകൾ. മരുമകൾ എന്ന് വെച്ചാൽ മകന്റെ ഭാര്യ, മകന്റെ വൈഫ്. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുന്ന ആളെ പറ്റിയിട്ടല്ലേ അവിടെ പറയുന്നത്? ബിയെ പറ്റിയിട്ടല്ലേ ക്വസ്റ്റ്യൻ പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്? ബി എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നാ പറഞ്ഞേക്കുന്നത്? ഡോട്ടർ ഇൻ ലോ ആണ്. ആരുടെ? ഓഫ് ഡി. ഡിയുടെ മരുമകളാണ്. സോ ഞാൻ അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുവാണ്, ശ്രദ്ധിക്കുക. ഡിയുടെ മരുമകൾ, മകന്റെ വൈഫ്. സോ മകന്റെ വൈഫ് എന്ന് പറയുമ്പം എന്തായാലും ഡിക്ക് ഒരു മകൻ വേണ്ടേ അവിടെ, അല്ലെ? അപ്പം അവിടെ അത് അണ്ടർസ്റ്റുഡ് ആണ്. ഡിക്ക് ആരുണ്ട്? കുറച്ചുകൂടെ താഴോട്ട് എഴുതുവാണേ. ഓക്കെ, ഡിക്ക് എന്തായാലും ആര് കാണും? ഒരു മകൻ കാണും അല്ലെ. ഡിക്ക് ഒരു മകനുണ്ട്. സോ ഡിയുടെ താഴത്തെ ജനറേഷൻ അല്ലേ ഡിയുടെ മകൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് താഴോട്ട് ഒരു ആരോ കൊടുത്താൽ ഞാൻ പ്ലസ് എന്ന് കാണിച്ചത്. സോ മകൻ ആയതുകൊണ്ട് പ്ലസ് എന്ന് കൊടുത്തു. ഈ മകൻ ആരുണ്ട്? ഒരു വൈഫ് ഉണ്ട്. ആ വൈഫ് അല്ലേ ബി എന്ന് പറയുന്ന ആള്. സോ എന്ത് കൊടുക്കുക? ഡിയുടെ മകന്റെ താഴോട്ട്, അല്ലെങ്കിൽ ഡിയുടെ മകനെ താഴോട്ട് കൊടുത്തു. അവിടുന്ന് ഡബിൾ ആരോ കൊടുത്തിട്ട് എനിക്ക് ആരെ കൊടുക്കാം? ബിയെ കൊടുക്കാം. ബിയുടെ ജെൻഡർ ഫീമെയിൽ ആയതുകൊണ്ട് മൈനസ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നമ്മളെ ഫാദർ മദർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ താഴോട്ട് വേണം ജനറേഷൻ കാണിക്കും. ഓക്കെ, അപ്പം ബി എന്ന് പറയുന്ന ആള് ഡിയുടെ മരുമകളാണ്, റെപ്രസെന്റ് ചെയ്തു. ജി ഈസ് സ്പൗസ് ഓഫ് ഡി. ജി ഈസ് സ്പൗസ് ഓഫ് ഡി എന്നല്ലേ പറഞ്ഞേക്കുന്നേ, അല്ലെ? അപ്പൊ ജി എന്ന് പറയുന്ന ആള് ഡിയുടെ ആരാ? സ്പൗസ് ആണ്. സ്പൗസ് നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്. സോ ജി സ്പൗസ് ആയിട്ട് വരണമെങ്കിൽ, ആരുടെ? ഡിയുടെ സ്പൗസ് ആവണമെങ്കിൽ ഡി ഓൾറെഡി നമ്മൾ ഇതിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. സോ ഡിയുടെ പെയറായിട്ട് എനിക്ക് ആരെ കൊടുക്കാം? ജിയെ കൊടുത്തൂടെ? ഓക്കെ, ജി സ്പൗസ് ആണ് ആരുടെ? ഡിയുടെ. ആൻഡ് മദർ ഓഫ് 3 ചിൽഡ്രൻ. അപ്പൊ 2 പോയിന്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക. 2 പോയിന്റ്സിനെ കണക്ട് ചെയ്ത്, ഒന്നാമത്തെ പോയിന്റ് ജി സ്പൗസ് ഓഫ് ഡി ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആൻഡ് മദർ ഓഫ് 3 ചിൽഡ്രൻ, അല്ലെ? ആൻഡ്. അപ്പൊ അവിടെ ഒരു ആൻഡ് വന്നില്ലേ? സോ 2 സ്റ്റേറ്റ്മെന്റുകളെ കണക്ട് ചെയ്ത് ആൻഡ് വന്നാൽ ആൻഡ് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ആദ്യത്തെ പേഴ്സണെയാണ്. തെറ്റിപ്പോയില്ല. തെറ്റിയ ആൻസർ അവിടെ കംപ്ലീറ്റ് ചേഞ്ച് ആവും. ക്ലിയർ? സോ 2 പോയിന്റ്സിനെ കണക്ട് ചെയ്ത് ആൻഡ് എന്നൊരു കണക്ടർ അവിടെ യൂസ് ചെയ്താൽ ആൻഡ് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ഫസ്റ്റ് പേഴ്സണെ ആയിരിക്കും. സോ ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആരാ? ജി അല്ലേ? ജി ഡിയുടെ സ്പൗസ് ആണ്. ജി ഡിയുടെ സ്പൗസ് ആണ്. ആൻഡ് പിന്നെ എന്ന് പറയുമ്പം ആ പിന്നെ ആരെ പറ്റിയിട്ടാ പറയുന്നത്? ജിയെ പറ്റി. ജി എന്ന് പറയുന്ന ആള് മദർ ആണ്, മൈനസ് ആണ്, ഫീമെയിൽ ആണ്. സോ ജി മൈനസ് ആണെങ്കിൽ ഡി ഓട്ടോമാറ്റിക്കലി എന്താകും? പ്ലസ് ആകും. സോ ജി മദർ ആണ്. ആരുടെ? മദർ ഓഫ് 3 ചിൽഡ്രൻ. 3 മക്കളുടെ അമ്മയാണ്. മദർ ഓഫ് 3 ചിൽഡ്രൻ ഇൻ വിച്ച് ഓൺലി 1 ഈസ് മെയിൽ. സോ 3 മക്കളുടെ അമ്മയാണ് ജിയ. അതില് എന്താ പറയുന്നത്? 3 മക്കളിൽ ഒരാൾ മാത്രമേ മെയിൽ ചൈൽഡ് ആയിട്ടുള്ളൂ. സോ ബാക്കി 2 പേര് എന്തായിരിക്കും? ജിയുടെ പെൺമക്കളായിരിക്കും. ക്ലിയർ? ഫീമെയിൽ ചൈൽഡ് ആയിരിക്കും. സോ ജിക്ക് 3 മക്കളുണ്ട്. ജിയുടെ ഒരു മകനല്ലേ ബിയുടെ ഹസ്ബൻഡ്? ക്ലിയർ? ജിയുടെ ഒരു മകനല്ലേ ഇത്? ജിയുടെ ഒരു മകനാണ് ബിയുടെ ഹസ്ബൻഡ്. സോ
ഈ പറഞ്ഞ മെയിൽ മെമ്പറിന് ആരുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്? 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അതല്ലേ ആ പോയിന്റിന്റെ അർത്ഥം. ജിക്ക് 3 മക്കളുണ്ട്. 3 മക്കളിൽ ഒരാൾ മാത്രമേ മെയിൽ ഉള്ളൂ. ആ മെയിൽ മെമ്പർ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്. പേരറിയത്തില്ല, പേരറിയാത്ത ഒരു മെയിൽ മെമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ബിയുടെ ഹസ്ബൻഡ് ആണത്. സോ ഈ പറയുന്ന ബിയുടെ ഹസ്ബൻഡിന് 2 സിസ്റ്റേഴ്സ് ഇല്ലേ? 2 സിസ്റ്റേഴ്സ് ഇല്ലേ? സോ ഇവർ 3 പേരും സിബ്ലിങ്സാ. ഞാൻ വര വരച്ചിട്ടില്ല, സിംഗിൾ വര വരച്ചിട്ടില്ല. നമുക്ക് നോക്കാം. എല്ലാ വരയും കൂടെ കണ്ടാൽ ചിലപ്പം കൺഫ്യൂഷൻ ആയിപ്പോ. ഫീമെയിലിന്റെ നെഗറ്റീവും സിബ്ലിങ്സിന്റെ വര എല്ലാം കൂടെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫീമെയിൽ ആണെന്ന് കാണിക്കാൻ ജസ്റ്റ് സൈഡിൽ കൂടെ 2 നെഗറ്റീവ് സൈൻ കൊടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ വരെ എത്തി. ഇവിടെ വരെയുള്ള പോയിന്റ് കംപ്ലീറ്റ് ആയി. അടുത്ത് പറയുന്നുണ്ട് ടീസ് നെഫ്യൂ. ടീക്ക് ആരുണ്ട്? നെഫ്യൂ ഉണ്ട്. എന്താണ് നെഫ്യൂ? നെഫ്യൂ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, സിബ്ലിങ്ങിന്റെ മകൻ. ഇപ്പൊ എനിക്കൊരു ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ആരെങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ. സോ ഇവർക്ക് ആർക്കെങ്കിലും ഒരു മകൻ ഉണ്ടെങ്കിൽ, മോനുണ്ടെങ്കിൽ, സൺ ഉണ്ടെങ്കിൽ അവൻ എനിക്ക് എൻ്റെ നെഫ്യൂ ആയിരിക്കും, എൻ്റെ സിബ്ലിങ്ങിന്റെ മകൻ. സോ നെഫ്യൂന്റെ ജെൻഡർ മെയിൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ടീക്ക് ആരുണ്ടെന്ന് മനസ്സിലായി. ടീ ഇവിടെ ഒന്നും വന്നിട്ടില്ല അല്ലെ? നമുക്ക് നോക്കാം. ടീക്ക് ഒരു നെഫ്യൂ ഉണ്ട്. അപ്പൊ ടീക്ക് നെഫ്യൂ വരണമെങ്കിൽ ടീക്ക് ഒരു സിബ്ലിംഗ് ഇല്ലേ? ടീക്ക് ഇവിടെ ഒരു സിബ്ലിംഗ് ഉണ്ട്, പേരറിയാത്ത സിബ്ലിംഗ് ഉണ്ട്. അത് നോക്കാം, ആരാണെന്ന് നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം. അപ്പൊ ടീയുടെ സിബ്ലിങ്ങിന് ആരുണ്ട്? ഒരു മകനുണ്ട്. ഇത് ടീക്ക് സിബ്ലിംഗ് ഉണ്ട്, സിബ്ലിങ്ങിന് ഒരു മകനുണ്ട്. അതാണ് നമ്മൾ ഈ വരച്ചേക്കുന്നത്. ഈ സിംഗിൾ ടീസ് നെഫ്യൂ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ടീയുടെ നെഫ്യൂ എന്ന് പറയുന്നത് ഈസ് ദ ചൈൽഡ് ഓഫ് ഇ. അപ്പൊ ടീയുടെ ഈ പറഞ്ഞ നെഫ്യൂ ഉണ്ടല്ലോ, ഇതല്ലേ നെഫ്യൂ ടീയുടെ? ഈ പറഞ്ഞ നെഫ്യൂ എന്ന് പറയുന്നത് ആരാ? ഈയുടെ കുട്ടിയാ. അപ്പൊ ഈ എന്ന് പറയുന്നത് ടീയുടെ നെഫ്യൂന്റെ അല്ലെങ്കിൽ ടീയുടെ സിബ്ലിംഗ് അല്ലേ? ഓക്കെ, പറഞ്ഞ പോയിന്റ് കിട്ടിയല്ലോ. ടീയുടെ നെഫ്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഈ പറഞ്ഞ ടീയുടെ നെഫ്യൂ എന്ന് പറയുന്നത് ഈയുടെ കുട്ടിയാണ്, ഈസ് ദ ചൈൽഡ് ഓഫ് ഇ. ഓക്കെ, അപ്പൊ ആ പോയിന്റും കഴിഞ്ഞു. ഇനിയും പറയുന്നുണ്ട് ഈസ് ബ്രദർ ഓഫ് എ ആൻഡ് ടി. ഈ ബ്രദർ ആണ് ആരുടെയൊക്കെ? എയുടെയും ടിയുടെ. ഓക്കെ, ഈ എന്ന് പറയുന്നത് എയുടെയും ടിയുടെയും ബ്രദറാ. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ക്യൂ ഫാമിലിയിലെ ഒരാളാണ്. ക്യൂ എന്ന് പറയുന്ന ഫാമിലിയിലുള്ള ഒരാളുടെ പേരാണ്. ക്യൂ വൺ ഓഫ് ദി മെമ്പേഴ്സ് ആണ്. അത്രേ ഉള്ളൂ, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സോ ഇനി എന്താ ആലോചിക്കുക? എനിക്കൊരു ചെറിയതായിട്ടൊരു ട്രീ കിട്ടിയിട്ടുണ്ട്, ഒരു ഫാമിലി വെച്ചിട്ടൊരു ഇത് കിട്ടിയിട്ടുണ്ട് അല്ലെ? അതെ, ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക? ഇവരെ എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ നോക്കുക. എന്തായാലും എനിക്ക് മനസ്സിലായി ബിക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന് 2 സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലെ? ബിക്ക് ഒരു ഭർത്താവുണ്ട്, ഭർത്താവിന് 2 സഹോദരിമാരും ഉണ്ട്. അത് ക്ലിയർ ആണ്. അപ്പൊ എനിക്ക് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നവരുടെ പേര് ഫില്ല് ചെയ്യണമല്ലോ. ഫില്ല് ചെയ്യണമെങ്കിൽ ഞാൻ മോളിൽ ഒരു കാര്യം എനിക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് വരച്ചിട്ടുണ്ടല്ലോ, അതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കിയാ പോരെ? സിമ്പിൾ അല്ലേ? എങ്ങനെ അത് രണ്ടും കൂടെ ഒന്നിച്ചാക്കാം. 2 സെപ്പറേറ്റ് ആയിട്ട് ട്രീ വരച്ചിട്ടേക്കോ. ഇനി ആ ട്രീയെ എനിക്ക് എങ്ങനെ കൂട്ടിമുട്ടിക്കാൻ നോക്കുക. സോ കൂട്ടിമുട്ടിക്കണമെങ്കിൽ ബിക്ക് ഒരു ഭർത്താവുണ്ട്, ഭർത്താവിന് 2 സഹോദരിമാര് വരണം. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ ചെയ്യാം? ഇവിടെ ബിയുടെ ഭർത്താവായിട്ട് എനിക്ക് ആരെ കൊടുക്കാം? ഇയെ കൊടുക്കാം. കാരണം ജിക്ക് ആരേ ഉള്ളൂ? ഒരു മകനേ ഉള്ളൂ. ജിക്ക് എന്നല്ലേ പോയിന്റ് പറഞ്ഞേക്കുന്നതാ. ജിക്ക് എന്ന് പറയുന്നത് ഒരു മകനേ ഉള്ളെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, മദർ ഓഫ് 3 children in which only 1 is male എന്ന് പറയുന്നുണ്ട്. സോ ജിയുടെ 3 മക്കളിൽ ഒരാളെ ഉള്ളതാണ്, ബാക്കി 2 പെൺമക്കളാണ്. സോ എനിക്ക് ഉറപ്പായിട്ടും ബിയുടെ ഹസ്ബൻഡായിട്ട് ആരെ കൊടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ? ഇയെ കൊടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ. ഇയെ ഞാൻ ഹസ്ബൻഡായിട്ട് കൊടുത്താൽ ഈയുടെ 2 സിബ്ലിങ്സ് അല്ലേ ടിയും എയും. സോ ഈ മാത്രമല്ലേ ഉള്ളൂ പേരന്റിന്റെ മെയിൽ ചൈൽഡ് ആയിട്ട്. അപ്പൊ ബാക്കിയുള്ള ടിയും എയും എന്തായിരിക്കും? ഫീമെയിൽ ചൈൽഡ് ആയിരിക്കും അവരുടെ. സോ ഇവര് 3 പേരും സിബ്ലിങ്സ് ആണ്. ഡിയുടെ 3 മക്കളാണ്, ഡിയുടെയും ജിയുടെയും 3 മക്കളാണ് ഇയും ടിയും എയും. ഇയുടെ വൈഫാണ് ബി. ഇനി പറയുന്നുണ്ടായിരുന്നു ടിയുടെ നെഫ്യൂ.
ടിയുടെ നെഫ്യൂനെ പറ്റിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അവിടെ. ടിയുടെ നെഫ്യൂ എന്ന് പറയുമ്പോൾ എനിക്കിനി ആരുടെ ചൈൽഡായിട്ടേ കൊടുക്കാൻ ഓപ്ഷൻ ഉള്ളൂ? ഇയുടെയും ബിയുടെയും ചൈൽഡായിട്ട് എനിക്ക് ആരെ കൊടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ? ക്യൂ. നെഫ്യൂ എന്നൊരു ടേം പറയുന്നുണ്ട്. സോ ക്യൂവിൻ്റെ ജെൻഡർ മെയിലായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫാമിലി ട്രീ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ഫാമിലി ട്രീ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വരച്ചാൽ എനിക്ക് നോക്കി പറയാൻ പറ്റണം ഇതിൽ ആരൊക്കെ എങ്ങോട്ടൊക്കെ എങ്ങനെയൊക്കെ ബന്ധങ്ങൾ എടുക്കാം. എന്നോട് എങ്ങനെ വേണോ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ രണ്ടുപേരെ എടുത്താൽ അവർ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും എന്നെനിക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റണം. ഓക്കെ. സോ ചോദിച്ചേക്കുന്നത് ഈ ഫാമിലിയിൽ എത്ര മെയിൽ മെമ്പേഴ്സ് ഉണ്ട്? മെയിൽ കൊടുത്തേക്കുന്നത് പ്ലസ് ഡിനോട്ട് ചെയ്തിട്ടല്ലേ. സോ എത്ര പ്ലസ് ഉണ്ടെന്ന് നോക്കിയാൽ പോരെ. ഡി ഉണ്ട്, തൊട്ട് താഴത്തെ ജനറേഷനിൽ ഇ ഉണ്ട്, അതിൻ്റെയും താഴത്തെ ജനറേഷനിൽ ക്യൂ ഉണ്ട്. സോ എത്ര മെയിൽ മെമ്പേഴ്സ് ഉണ്ട്? 3. എത്ര ഫീമെയിൽ മെമ്പേഴ്സ് ഉണ്ട്? 4. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമ്മുടെ റിലേഷൻ ഇങ്ങനെ കിട്ടി. എത്ര മെയിൽ മെമ്പേഴ്സ് ഉണ്ട്? അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഇതിന് വേണമെങ്കിൽ സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ ഇതിന് സബ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഹൗ ഈസ്, അത് ശ്രദ്ധിച്ചോണം. ഇപ്പൊ സബ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്ന് ഞാൻ ചോദിക്കും. എ ബിയുടെ ആരാണ്? അപ്പൊ ഈ ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്ന് ചോദിച്ചാൽ ചിലർ എടുക്കാനുള്ള ഒരു പ്രവണതയാണ് ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അവിടെ എ എങ്ങനെയാണ് ബിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷെ ചിലരെങ്കിലും വേണമെങ്കിൽ മിസ്റീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബിയും എയും തമ്മിലുള്ള, അല്ലെങ്കിൽ ബി എങ്ങനെയാണ് എയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എടുക്കാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ തെറ്റിക്കരുത്. നിങ്ങൾ തെറ്റിയെടുത്ത ഉത്തരം ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. പറഞ്ഞ പോയിന്റ് കറക്റ്റ് മനസ്സിലാക്കുക. ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്ന് വെച്ചാൽ അതിന്റെ മലയാളത്തിലോട്ടുള്ള കൺവേർഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. എ എങ്ങനെയാണ് ബിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? സിംപ്ലി പറഞ്ഞാൽ എ ബിയുടെ ആര്? എ ബിയുടെ ആര്? സോ ആരായിട്ട് വരും? സിസ്റ്റർ ഇൻ ലോ. ബിയുടെ ഹസ്ബൻഡിന്റെ പെങ്ങളാണ് സിസ്റ്റർ ഇൻ ലോ. ഓക്കെ. ദെൻ ഹൗ ഈസ് ഡി റിലേറ്റഡ് ടു ക്യൂ? ആരാ? ക്യൂവിന്റെ അച്ഛൻ്റെ അച്ഛൻ, ഗ്രാൻഡ് ഫാദർ. അച്ഛൻ്റെ അച്ഛനായതുകൊണ്ട് അച്ഛൻ വഴിയുള്ള ബന്ധത്തെ എനിക്ക് സ്പെസിഫൈ ചെയ്ത് പെറ്റേണൽ എന്ന് പറയാം. പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആണ്. അമ്മ വഴിയുള്ള ബന്ധമാണെങ്കിൽ എനിക്ക് മെറ്റേണൽ എന്ന് പറയാം. മെറ്റേണൽ. ഓക്കെ, അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. സോ ഇവിടുന്ന് എങ്ങനെ വേണോ റിലേഷൻ ചോദിക്കാം. കറക്റ്റ് ആയിട്ട് 2 റിലേഷൻ ചോദിച്ചാൽ ആൻസർ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ നിന്ന് എന്ത് സബ് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു ഫിഗർ നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ട്രീ നോക്കിയിട്ട് ആൻസർ പറയാൻ നിങ്ങൾ ഏബിൾ ആയിരിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ അതിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇത് അതിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ജി എയുടെ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഞാൻ ഇതാക്കി, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അതിന്റെ സബ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിക്ക് ഇത് ആ ക്വസ്റ്റ്യൻ തന്നെ അല്ല, സോറി ഇത് വേറെ ക്വസ്റ്റ്യൻ കേട്ടോ, മാറിപ്പോയി. ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? വീണ്ടും ഒരു 7 മെമ്പർ അടങ്ങുന്ന ഫാമിലി അല്ലേ. ഒരു 7 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 2 കപ്പിൾസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. 2 ജോഡികളുണ്ട്. 2 ഭാര്യയും ഭർത്താക്കന്മാരും ഉണ്ട്. ഇനി ആ മെമ്പേഴ്സ് ആരൊക്കെയാണ്? 7 പേര് അടങ്ങുന്ന ഫാമിലിയിൽ ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും പേര് ആ ഫാമിലിയിലുള്ളത്. എ തൊട്ട് ജി വരെയുള്ള ആൾക്കാരുണ്ട്. ഇനി ഓരോ പോയിന്റ് എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓരോ പോയിന്റ് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ട്രീ വരയ്ക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞേക്കുന്നത്? സി ഈസ് ദ സിസ്റ്റർ ഓഫ് ബി. സി ആണ് ബിയുടെ പെങ്ങള്. സി സിസ്റ്റർ ആണ് ആരുടെ? ബിയുടെ. സി സിസ്റ്റർ ആണ്. സി മൈനസ് ആണ്. സി ഫീമെയിൽ ആണ് ആരുടെ? ബിയുടെ. സോ സിയും ബിയും ഞാൻ പാരലായിട്ട് എഴുതി, കണക്ട് ചെയ്ത് സിബ്ലിങ്സ് ആയതുകൊണ്ട് സിംഗിൾ ആണ്. ഓക്കെ, സി സിസ്റ്റർ ഓഫ് ബി ആണ്. എ ഈസ് ഫാദർ ഓഫ് എഫ് ആൻഡ് ഇ ഈസ് ബ്രദർ ഓഫ് എഫ്. സോ എ എന്ന് പറയുന്ന ആള് എന്താ പറഞ്ഞേക്കുന്നത്? എഫിന്റെ ഫാദർ ആണ്.
സോ ഇതിൽ അവർ വന്നിട്ടുണ്ടോ? ഇതിലാകെ സിയും ബിയും അല്ലേ എനിക്ക് അറിയത്തുള്ളൂ അല്ലെ. സിയുടെയും ബിയുടെയും പേര് മാത്രമേ പറയുന്നുള്ളൂ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റിൽ അവരെ രണ്ടുപേരെ പറ്റിയിട്ടും അല്ല പറയുന്നത്, എ എഫിന്റെ അച്ഛനാണെന്നാ പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് വേറൊരു ഒരു എന്താ ചെറിയൊരു ട്രീ പോലെ വേറൊരു പോയിന്റ് ഒന്ന് നോക്കാം, അല്ലെങ്കിൽ വേറൊരു റെപ്രസെന്റേഷൻ ആയിട്ട് കാണിക്കാം. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് അവരെ ഒന്നിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കണം. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് എഫിന്റെ അച്ഛനാണ്. എ അച്ഛനല്ലേ? എ പ്ലസ് അല്ലേ? എഫിന്റെ അച്ഛനല്ലേ? എ പ്ലസ് ആണ്, ഫാദർ ആണ്, എഫിന്റെ അച്ഛനാണ്. സോ എഫിന്റെ മുകളിലത്തെ ജനറേഷൻ എഫിന്റെ അച്ഛനാണ്. എ ഫാദർ ഓഫ് എഫ്, എഫ് ആൻഡ് ഇ എന്നല്ല കേട്ടോ, എ ഫാദർ ഓഫ് എഫ് ആൻഡ് ഈസ് ബ്രദർ ഓഫ് എഫ്. ഇത് അടുത്ത പോയിന്റ് ആണ്. ആൻഡ് ഈസ് ബ്രദർ ഓഫ് എഫ്. ഓക്കെ, ഇ എന്ന് പറയുന്നത് എന്താ? എഫിന്റെ സഹോദരനാണ്. ഇ എന്ന് പറയുന്നത് എഫിന്റെ സഹോദരനാണ്. സിംഗിൾ ആരോ കണക്ട് ചെയ്ത് കൊടുത്തു, ഈ സഹോദരനാണ്, ഇ പ്ലസ് എന്ന് കൊടുത്തു. ആൻഡ് എഫ് ഈസ് ഫീമെയിൽ. എഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, എഫിന് എന്തെന്ന് കൊടുക്കാം? മൈനസ്. ഓക്കെ, ദെൻ ജി മദർ ഓഫ് ബി ആണ്. ജി ഇവിടെ ബി ഞാൻ ഓൾറെഡി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് നമ്മളല്ലേ. സോ എനിക്ക് ആ ബിയുടെ മണ്ടയ്ക്കോട്ട് ആരെ കൊടുക്കാം? ജിയെ കൊടുക്കാം. കാരണം മദർ ആണ്, അമ്മയാണെന്ന് പറയുമ്പോൾ ബിയുടെ അമ്മ എന്ന് പറയുമ്പോൾ ബിയുടെ മോളത്തെ ജനറേഷനാണ്. സോ ബിയുടെ അമ്മയായിട്ട് എനിക്ക് കൊടുക്കണമെങ്കിൽ എനിക്ക് ഇവിടെ തൊട്ട് ജിയെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വരെ കംപ്ലീറ്റ് ആയി. നമ്മൾ എല്ലാ പോയിന്റും എടുത്ത് അവിടെ വരെ കംപ്ലീറ്റ് ആയി. ഇനി നോക്കാം, ഒരു പോയിന്റ് കൂടെ അല്ലേ ഉള്ളൂ, ഒരൊറ്റ സിംഗിൾ പോയിന്റ് കൂടെ കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അവിടെ തീരുവ. ഓക്കെ, ഡി എന്ന് പറയുന്നത് മദർ ഇൻ ലോ ആണ്. മദർ ഇൻ ലോ ഓഫ് ആരാ? ജി ആണ്. സോ ഡി എന്ന് പറയുന്ന ആള് ജിയുടെ മദർ ഇൻ ലോ ആണ്. മദർ ഇൻ ലോ എന്ന് വെച്ചാൽ സ്പൗസിന്റെ അമ്മ. ജി ഒരു ഫീമെയിൽ ആണ്. ജി ഫീമെയിൽ ആണെങ്കിൽ ജിക്ക് ഒരു ഹസ്ബൻഡ് അവിടെ വരും. ആ ഹസ്ബൻഡിന്റെ അമ്മയായിട്ട് എനിക്ക് ആരെ കൊടുക്കാം? ഡിയെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ജിക്ക് ഒരു ഹസ്ബൻഡ് ഇല്ലേ? ജിക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ടല്ലോ. ആ ഹസ്ബൻഡിന്റെ മുകളിലോട്ട് എനിക്ക് ആരെ കൊടുക്കാം? ഡിയെ കൊടുക്കാം. അത് കാണാലോ അല്ലെ. ഹസ്ബൻഡിന്റെ മുകളിലോട്ട് എനിക്ക് ഡിയെ കൊടുക്കാം. ഡി മദർ ഇൻ ലോ ആണ്, ഹസ്ബൻഡിന്റെ അമ്മയാണ്. സോ ഡിയുടെ ജെൻഡർ ഫീമെയിൽ. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മള് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ഇവിടെ കൊണ്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? അവർ 7 പേരേ ഉള്ളൂ മൊത്തത്തില്. 7 പേര് അടങ്ങുന്ന ഫാമിലി ആയിരുന്നു, 7 പേര് അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. സോ 7 പേരെ ഞാൻ ഇതിൽ തന്നേക്കുന്ന പോയിന്റ്സ് വെച്ചിട്ട് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനിയും ചെയ്യേണ്ടത് എന്താ? എനിക്ക് എങ്ങനെ ഈ 2 പോർഷനെ ഒരുമിപ്പിക്കും, എങ്ങനെ അവരെ ഒരു ഫാമിലി ആക്കി കൂട്ടിക്കൊണ്ട് വരാൻ പറ്റും. സോ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഐഡിയ കിട്ടുന്നുണ്ടോ? അവിടെ ആദ്യം പറയുന്നുണ്ട് എന്താ? 2 കപ്പിൾസ് ആണെന്ന് പറയുന്നുണ്ട്. There are 2 couples in the family അല്ലെ. അപ്പൊ അവിടെ ഒരു 2 ജോഡികളുണ്ട്, 2 ഹസ്ബൻഡ് ആൻഡ് വൈഫ് പേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അത് ആരൊക്കെ ആയിരിക്കും എന്ന് ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും അല്ലെ. ജിക്ക് എന്തായാലും ഒരു ഹസ്ബൻഡ് ഉണ്ട് അല്ലെ. ഡി ഒരു ഫീമെയിൽ മെമ്പർ അല്ലേ? 3 ജനറേഷൻ ആണ്. 3 ജനറേഷൻ ആണെന്ന് ഓക്കെ, 3 ജനറേഷൻ ബേസ് ചെയ്തിട്ട് 2 കപ്പിൾസ് ഉണ്ട്. സോ ജിക്ക് എന്തായാലും ഒരു ഹസ്ബൻഡ് ഉണ്ട്. അവിടെ ഡി എന്ന് പറയുന്ന ഒരാളില്ലേ? ഡിക്ക് അവിടെ ഒരു ആര് കാണും? ഹസ്ബൻഡ് കാണും. അപ്പൊ നമുക്കത് നോക്കാം, ഇതെങ്ങനെ ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള പോയിന്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എനിക്ക് എ പറ്റിയിട്ട് പറയുന്നുണ്ട്. എക്ക് 2 മക്കളുണ്ട്, ഒരു ഫീമെയിലും ഒരു മെയില് അല്ലെ. അങ്ങനെ 2 പോയിന്റ് ആണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയേക്കുന്നത്, ഈ ഒരു ട്രീ മനസ്സിലായിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കുക, എയുടെ മുകളിലോട്ട് ഏതെങ്കിലും ജനറേഷനെ പറ്റിയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എയുടെ മുകളിലോട്ട് ഒരു ജനറേഷൻ ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? ഇല്ല, കാണിച്ചിട്ടില്ല. എന്നോട് ക്വസ്റ്റ്യനിൽ അങ്ങനെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ എ ആയിരിക്കാം ചിലപ്പം ഏറ്റവും ഫസ്റ്റ് ജനറേഷനിലുള്ള ആള്. ഓക്കെ, എ ആയിരിക്കും ഫസ്റ്റ് ജനറേഷനിലുള്ള പേഴ്സൺ എന്ന് പറഞ്ഞാൽ. ആകെ 7 പേരേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാനേ ഓപ്ഷൻ ഉള്ളൂ. സോ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എ പ്ലസ് ആണ്, എ ഒരു മെയിൽ മെമ്പർ ആണ്. സോ എനിക്ക് ഡിയുടെ ഹസ്ബൻഡായിട്ട് എ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അല്ലേ അവിടെ ഉള്ളൂ. കാര്യം എന്താ? എയുടെ മുകളിലോട്ട് വേറെ ജനറേഷൻ കാണിക്കുന്നില്ല, ജനറേഷൻ പറയുന്ന പോയിന്റ് ഇല്ല. അപ്പൊ എനിക്ക് എയുടെ താഴോട്ട് ജനറേഷൻ ഉണ്ട്, അതിൽ 2 മക്കളുണ്ട്. എഫും ഇയും ആണ് 2 മക്കള്. അതിലൊരു മെയിൽ ചൈൽഡും ഫീമെയിൽ ചൈൽഡും ഉള്ളത്.
സോ എനിക്ക് സ്വാഭാവികമായിട്ട് 2 കപ്പിൾസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. ഡിയുടെ പേരായിട്ട് എ കൊടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല, വേറെ ഓപ്ഷൻ എവിടെയോ ഇല്ല എനിക്ക് പേരായിട്ട് കൊടുക്കാൻ. സോ ഡിയുടെ പേരായിട്ട് എ കൊടുത്താൽ ഡിയുടെ മകന്റെ വൈഫ് അല്ലേ ജി, അല്ലേ? ഡിയുടെ മകന്റെ വൈഫ് അല്ലേ ജി. സോ ഡിയുടെ മകനായിട്ട് എനിക്ക് ആരെ കൊടുക്കാൻ പറ്റും? ഡിയുടെ മകൻ എന്ന് വെച്ചാൽ എയുടെയും കൂടെ മകനല്ലേ, അല്ലെ? ഡിയുടെ മകൻ എന്ന് വെച്ചാൽ അത് എയുടെയും കൂടെ മകന്. കാര്യം ഡിയും എയും കപ്പിൾസാ, ഇത് ഡബിൾ ആരമാണ് കേട്ടോ, അവരെ തമ്മിൽ മാറിപ്പോല്ലേ, ഇവര് കപ്പിൾസാ, ഡിയും എയും കപ്പിൾസാ. ഓക്കെ, അപ്പൊ എനിക്ക് ഡിയുടെ മകനായിട്ട് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എയുടെ മകനായിട്ട് കൊടുക്കണമെങ്കിൽ എയ്ക്കൊരു മകൻ ഇ അല്ലേ ഉള്ളൂ. സോ എനിക്ക് ജിയുടെ ഹസ്ബൻഡായിട്ട് ആരെ കൊടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ? ഇയെ കൊടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, ഇയെ ഞാൻ അങ്ങനെ കൊടുത്താൽ ഇയുടെ സിസ്റ്റർ ആയിരിക്കും ആര്? എഫ്. സോ 7 പേരടങ്ങുന്ന ഫാമിലിയിൽ എല്ലാവരെയും നമ്മൾ ഫില്ല് ചെയ്തില്ലേ? ഡിയും എയും, അവർക്ക് 2 മക്കള്, ഒരു എന്താണ് ഡോട്ടറിലും ഉണ്ട്. ഡിയുടെ ഒരു മോൻ മാരീഡ് ആണ്, 2 മക്കളെയും കിട്ടിയിട്ടുണ്ട്, 2 മക്കളുടെ പേരും പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇവിടുന്നും വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണോ ക്വസ്റ്റ്യൻ വരാം, ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇത്. എ താഴോട്ടൊന്നും കൊണ്ടുപോയി ഫിക്സ് ചെയ്യരുത് കേട്ടോ, എ താഴോട്ടൊന്നും കൊണ്ട് ഫിക്സ് ചെയ്യാൻ പാടില്ല. താഴോട്ട് കൊണ്ട് ഫിക്സ് ചെയ്താൽ എനിക്ക് ഡിക്ക് പേരിനെ കൊടുക്കാൻ പറ്റത്തില്ല, അത് തെറ്റാണ്. എനിക്ക് അവിടെ ഡിക്ക് ഒരു പേരിനെ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഈസ് ജി റിലേറ്റഡ് ടു എ, ജി എങ്ങനെയാണ് എയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? സിംപ്ലി പറഞ്ഞാൽ ജി എയുടെ ആര്. സോ നമുക്ക് നോക്കാം ജി എയുടെ ആരാണെന്ന്. എക്കൊരു മകനില്ലേ, എക്കൊരു മകനില്ലേ, ഞാൻ ഡിയുടെ താഴോട്ട് കാണിച്ചേക്കുന്നത്. എയുടെ 2 മക്കളാണ് ഇ എഫ്. സോ എയുടെ മകനാണ് ഇ, മകന്റെ വൈഫാണ് ജി എങ്കിൽ ഹൗ ഈസ് ജി റിലേറ്റഡ് ടു എ? ജി എയുടെ ആരാ? മകന്റെ വൈഫ്. സോ എന്ത് പറയാം? ഓപ്ഷൻ എ, ഡോട്ടറിൻലോ. ഡോട്ടറിൻലോ, മരുമകൾ. ഇവിടുന്ന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇനി സബ് ക്വസ്റ്റ്യൻ വരും കേട്ടോ, ഇനി സബ് ക്വസ്റ്റ്യൻ വരും. എന്നോട് വേണമെങ്കിൽ ചോദിക്കാം ഹൗ ഈസ് എഫ് റിലേറ്റഡ് ടു സി? എഫ് സിയുടെ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? സിയുടെ അച്ഛനുണ്ട് ഇ അല്ലേ, സിക്ക് ഒരു അച്ഛനുണ്ട് ഇ, അച്ഛന്റെ പെങ്ങളാണ് എഫ്, അച്ഛന്റെ പെങ്ങളാണ് എഫ്. സോ അച്ഛന്റെ പെങ്ങളാകുമ്പോഴത്തേക്ക് എനിക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം? അച്ഛന്റെ പെങ്ങളാകുമ്പോഴത്തേക്ക് എനിക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം? പെറ്റേണൽ ഓണ്ട്. പെറ്റേണൽ ഓണ്ട്. നമുക്ക് കൂടുതലും ബാങ്ക് എക്സാമിന് എങ്ങനെ പെറ്റേണൽ മെറ്റേണൽ എന്ന് പറഞ്ഞ് വാക്കുകൾ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കാറില്ല. ഇൻ കേസ് ചോദിച്ചാൽ പെറ്റേണൽ മെറ്റേണൽ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് അറിഞ്ഞിരിക്കുക. പെറ്റേണൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ വഴിയുള്ള ബന്ധം, മെറ്റേണൽ ആണെങ്കിൽ അമ്മ വഴിയുള്ള ബന്ധം, അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. സോ ഇത് തമ്മിൽ എനിക്ക് എന്ത് ചോദിച്ചാലും പറയാൻ പറ്റണം. ഇതാണ് എൻ്റെ ഫാമിലി ട്രീ എന്ന് പറയുന്നത്, ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയാണ് ഫാമിലി ട്രീ. ഇത് താഴോട്ട് ഞാൻ ആദ്യം വരച്ചിട്ട പോയിന്റ് മാത്രം. ഓക്കെ, സോ ഈ ഒരു ലെങ്ത് ആയിരിക്കും ഏകദേശം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ചിലപ്പം ഇതിൽ എക്സ്ട്രാ പോയിന്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ, ഇതിൽ കുറഞ്ഞ ക്വസ്റ്റ്യൻ വരത്തില്ല. പി ഒക്ക് ഈ ലെവല് താഴെ വരത്തില്ല, ഏകദേശം ഈ ലെവൽ തന്നെയായിരിക്കും. ക്ലർക്ക് ഒക്കെ ആണെങ്കിൽ ഇതിലും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഞാൻ ഇതിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എടുത്തത്. ഹൗ ഈസ് ഈ റിലേറ്റഡ് ടു സി? നേരത്തെ വരച്ച റിലേഷൻ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ സിയുടെ ആരായിട്ട് വരും എന്നുള്ളത് ഒന്ന് ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു ഫാദർ ആണെന്ന് തോന്നുന്നു, ഞാനത് റബ്ബ് ചെയ്ത് കളഞ്ഞു. ഫാദർ ആയിട്ടാണെന്ന് തോന്നുന്നു വരുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ, നേരത്തെ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഫാമിലിയില് 8 പേരടങ്ങുന്ന കുടുംബമാണ്. നേരത്തെ നമ്മൾ ചെയ്തത് 7 പേരുടെ ഒരു ഫാമിലി ആയിരുന്നു. ഇവിടെ പക്ഷെ ഒരാളംഗം കൂടെ കൂടിയല്ലേ, 8 പേരടങ്ങുന്ന ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് പേര് പറയുന്നുണ്ട്. 3 മാരീഡ് കപ്പിൾസ് ആണ് അവിടെ ഉള്ളത്, 3 പേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോരോ പോയിന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് ഫാദർ ഇൻ ലോ ആണ്. എക്സ് എന്ന് പറയുന്നത് ഫാദർ ഇൻ ലോ ആണ്. ഫാദർ ഇൻ ലോ എന്ന് വെച്ചാൽ സ്പൗസിന്റെ അച്ഛൻ അല്ലെ. നമ്മുടെ ഫാദർ എന്ന് വെച്ചാൽ നമ്മുടെ ഫാദർ. എന്റെ ഫാദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ എന്റെ സ്പൗസിന്റെ അച്ഛനായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ എക്സിനെ എനിക്ക് ആരുടെ ഫാദർ ഇൻ ലോ ആയിട്ട് കൊടുക്കണം? ജിയുടെ ഫാദർ ഇൻ ലോ ആയിട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ ജിക്ക് ഉറപ്പായിട്ടും അവിടെ ആരുണ്ട്? ഒരു സ്പൗസ് ഉണ്ട്. ജിക്ക് സ്പൗസ് ഉണ്ടെങ്കിൽ അല്ലേ സ്പൗസിന്റെ ഫാദർ ആയിട്ട് എനിക്ക് എക്സിനെ കൊടുക്കാൻ പറ്റൂ. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ജസ്റ്റ് ഇതേ ഉള്ള സ്പേസിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുവാണ്, ഇവിടെ ശ്രദ്ധിച്ചോണേ.
അപ്പൊ ഞാൻ ജിയെ ഒന്ന് റെപ്രസെന്റ് ചെയ്തു. ജിക്ക് അവിടെ ഒരു സ്പൗസ് വേണം, സ്പൗസ് ഉണ്ട്. ആ സ്പൗസിന്റെ അച്ഛനായിട്ട് എനിക്ക് ആരെ കൊടുക്കാം? എക്സ്. ഓക്കെ, ആ സിംഗിൾ പോയിന്റിന്റെ റെപ്രസെന്റേഷൻ കഴിഞ്ഞു. എക്സ് ഫാദർ ഇൻ ലോ ഓഫ് ജി ആണ്. ഹൂ ഈസ്, അപ്പൊ അവിടെ ഒരു ഹൂ അല്ലേ വന്നേക്കുന്നത്? അല്ലെ, ഹൂ എന്നുള്ളൊരു പോയിന്റ് അല്ലേ അവിടെ വന്നേക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു ആൻഡ് ആണ് വരുന്നെങ്കിൽ, രണ്ട് കുഞ്ഞു പോയിന്റ്സിനെ കണക്ട് ചെയ്ത ആൻഡ് വന്നാൽ ആൻഡ് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അതല്ല രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്ത ഹൂ എന്ന് പറഞ്ഞു വന്നാൽ ഹൂ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ഹൂവിന് തൊട്ട് മുന്നേ കിടക്കുന്ന ആള്, ജസ്റ്റ് ബിഫോർ ഹൂ, അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ. ഓക്കെ, ഈ ഒരു സെന്റൻസിൽ ഇതാണ് ഫസ്റ്റ് പേഴ്സൺ, ഇതാണ് സെക്കൻഡ് പേഴ്സൺ. അപ്പൊ ഹൂ പറയുമ്പം ഹൂ റെപ്രസെന്റ് ചെയ്യുന്നത് സെക്കൻഡ് പേഴ്സൺ ആയിരിക്കും. അത് ഓർത്തോണം. ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ പോലുള്ള ടോപ്പിക്കുകളിൽ ഈ ഹൂവിനും ആൻറ്റിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. ഡയറക്ഷൻ വരുമ്പോൾ ഹൂവിന് പകരം വിച്ച് എന്നായിരിക്കും വരുന്നത്. ബ്ലഡ് റിലേഷൻ ആകുമ്പോൾ അത് ഹൂ ആവും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഹൂ പറയുന്ന ആരെയാ? ജി. ഹൂ ഈസ് ഫാദർ ഓഫ് യു. അപ്പൊ ഹൂ റെപ്രസെന്റ് ചെയ്യുന്ന ജി ആണ്. ജി അല്ലേ ഫാദർ? ആരുടെ ഫാദർ? ഫാദർ ഓഫ് യു, യുവിന്റെ അച്ഛൻ. അപ്പൊ ആ ഒരു ഒറ്റ സെന്റൻസിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. എക്സ് ജിയുടെ ഫാദർ ലോ ആണ്, ജി യുവിന്റെ അച്ഛനാണ്. ഓ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് ടി. ഓ എന്ന് പറയുന്നത് ആരാ? ടിയുടെ ഒരേ ഒരു മകളാണ്. അപ്പൊ ടിക്ക് ഒരു മകളെ ഉള്ളൂ. ടി ഓയും ഒന്നും ഇതിൽ വന്നിട്ടില്ല അല്ലെ, ടി ഓയും ഒന്നും ഇതിൽ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് വേണമെങ്കിൽ മാറ്റി ഒന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പം എന്തായിരുന്നു? ഓ എന്ന് പറയുന്നത് ടിയുടെ ഒരേ ഒരു മകളാണ്. ടി ഉണ്ട്, ടിക്ക് ഒരു മകളുണ്ട്, ഒരേ ഒരു മകളുണ്ട്, ഒള്ളി ഡോട്ടർ ആണ്. ഓ ആണ് ഒള്ളി ഡോട്ടർ. സോ ടിയുടെ ഒരേ ഒരു മകളായിട്ട് ഞാൻ ഓയെ കൊടുത്തു. ടി. ഹൂ ഈസ്, ആ ഹൂ ആരാ? ടി. ഹൂവിന് തൊട്ട് മുന്നേ കിടക്കുന്ന ടി. ഹൂ ഈസ് ദ മദർ ഓഫ് വി. അപ്പൊ ടി എന്ന് പറയുന്ന ആളാണ് ഹൂ ഉദ്ദേശിക്കുന്നത്. ടി മദർ അല്ലേ, ഫീമെയിൽ അല്ലേ? ആരുടെ അമ്മയാണ്? വിയുടെ അമ്മ. ഓൾറെഡി ഓയുടെ അമ്മയല്ലേ? അപ്പൊ വിയുടെയും കൂടെ അമ്മയായിട്ട് വരണമെങ്കിൽ ഓയും വിയും എന്തായിരിക്കും? സിബ്ലിങ്സ് ആവണം. വിയുടെ ജെൻഡർ കിട്ടുമോ? അതിന്ന് കിട്ടത്തില്ലേ. കാരണം ഓ ടിയുടെ ഒരേ ഒരു മകളാ. ഓ ടിയുടെ ഒരേ ഒരു മകളാണ്. ഓ ടിയുടെ ഒരേ ഒരു മകളാകുമ്പോഴത്തേക്ക് ഓയ്ക്ക് ബാക്കി വരുന്ന സിബ്ലിങ്സ് എല്ലാം ഓയുടെ ബ്രദേഴ്സ് ആയിരിക്കും. സോ വിയുടെ ജെൻഡർ പ്ലസ്. ക്ലിയർ? ഓ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി വിയുടെ ജെൻഡർ പ്ലസ് കൊടുത്തത്, മെയിൽ കൊടുത്തത്. കാരണം ടിയുടെ കുട്ടി തന്നെയാണ് വിയും. ഓക്കെ, അടുത്ത എന്തായിരുന്നു? ഓ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് ടി, ഹൂ ഈസ് മദർ ഓഫ് വി. അപ്പൊ ഇവിടെ വരെയുള്ള പോയിന്റ് നമ്മൾ തീർന്നു. അടുത്ത 2 പോയിന്റ് ഉണ്ട്, നോക്കാം. ടി സ്പൗസ് ഓഫ് എക്സ് അല്ലേ? ടി സ്പൗസ് ഓഫ് എക്സ് അല്ലേ? ഈ ഇപ്പൊ ഇനി കണക്ട് ചെയ്തൂടെ? എങ്ങനെ കണക്ട് ചെയ്യാം? ഇവിടെ എക്സ് ഉണ്ട്, ടി ഉണ്ട്. അവർ രണ്ടുപേരും എന്താണെന്ന് പറയുന്നുണ്ട്? ഒരു പെയറാണ്. ടി എന്ന് പറയുന്നത് സ്പൗസ് ഓഫ് എക്സ് ആണ്, അവരൊരു പെയറാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഫിഗറിൽ കൊണ്ടുപോയി ഒന്നെങ്കിൽ ഈ പാർട്ട് കൊണ്ടുപോയി അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ഈ പാർട്ടിനെ ഇവിടെ കൊണ്ടുവരിക, നമ്മുടെ ഇഷ്ടം. ഞാനിപ്പോ ഇവിടെ ഒന്ന് കൊടുക്കുവാണ്. എക്സും ടിയും കപ്പിൾസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ടിക്ക് 2 മക്കളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? ടിക്ക് 2 മക്കൾ വരണം. അതാരൊക്കെയാ? ഓയും ബിയും ആണ് അല്ലെ? ഓയും ബിയും ആണ്. ജസ്റ്റ് ഒന്നും കൂടെ നോക്കിക്കോട്ടെ. എക്സ് എന്ന് പറയുന്നത് ഫാദർ ഇൻ ലോ ഓഫ് ജി ആണ്. എക്സ് ഫാദർ ഇൻ ലോ ഓഫ് ജി ആണ്. ജി ഹൂ ഈസ് ഫാദർ ഓഫ് യു ആണ്. ഓ എന്ന് പറയുന്നത് ടിയുടെ ഒരേ ഒരു മകളാണ്. പിന്നെ പറയുന്നുണ്ട് ടി എന്ന് പറയുന്നത് മദർ ഓഫ് വി ആണ്. ടി മദർ ഓഫ് വി ആണ്. ടി സ്പൗസ് ഓഫ് എക്സ് ആണ്. ടി സ്പൗസ് ഓഫ് എക്സ് ആണ്. ബോത്ത് യു ആൻഡ് എക്സ് ആർ ഓപ്പോസിറ്റ് ജെൻഡർ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് വേണമെങ്കിൽ ഇവിടെയും ഫിക്സ് ചെയ്യാം, അവിടെയും ഫിക്സ് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ എനിക്ക് ഫിക്സ് ചെയ്യാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ അത് നമ്മുടെ ഇഷ്ടമാണ്. എവിടെ ഫിക്സ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. സോ ഇനി ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ ഇത്രയും കൊടുത്തു. ഇവിടെ വേണോ നോക്കാം, അവിടെ വേണോ നോക്കാം. എനിക്കിനി അവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. എന്താ? ടി എന്ന് പറയുന്നത് സ്പൗസ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ആദ്യം അതിന് മുന്നേ ഉണ്ടായിരുന്നു എക്സ് ജിയുടെ ഫാദറിലോ അല്ലേ? എക്സ് ജിയുടെ ഫാദറിലോ അല്ലേ? സോ എക്സിന് എനിക്ക് ജിയുടെ ഫാദറിലോ ആയിട്ട് കൊടുക്കണമെങ്കിൽ ജി അവിടെ മെയിൽ മെമ്പറാണ്.
ജി എനിക്ക് അവിടെ ഒരു യുവിന്റെ അച്ഛനാണെന്ന് കിട്ടി. സോ ജി മെയിൽ മെമ്പർ ആണ്. എക്സിന് 2 മക്കളാണുള്ളത്. എക്സിനും ടിക്കും 2 മക്കളാണുള്ളതെന്ന് പറയുന്നുണ്ട്. ആ 2 മക്കളിൽ ഓയും വിയും ആണുള്ളത്. അതിൽ ഓ എന്ന് പറയുന്നതാണ് ഫീമെയില്, വി എന്ന് പറയുന്ന ആളാണ് മെയിൽ മെമ്പർ. സോ എനിക്ക് ഇതില് ജിയുടെ വൈഫായിട്ട്, വൈഫിന്റെ അച്ഛനാണ് എക്സ് അല്ലെ, ജിയുടെ വൈഫിന്റെ അച്ഛനാണ് എക്സ്. സോ ജിയുടെ വൈഫായിട്ട് എനിക്ക് ആരെ കൊടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ? ഓ അല്ലേ. സോ ഇതിലൊന്ന് നോക്കാം കേട്ടോ. ഇതായിരിക്കും കുറച്ചും കൂടെ, ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നാം. ഞാൻ ഇതിലൊന്ന് കാണിക്കുവാണ്. ഇതിൽ വേണമെങ്കിൽ ഇവിടെ ഓയെ കൊടുക്കാം, ഓയുടെ പേരായിട്ട് വിയെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിപ്പം കിട്ടുന്നുണ്ടോ നോക്കിയേ, ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഇവരൊരു പേരാണ്, ടിയുടെയും എക്സിന്റെ 2 മക്കളാണ്. എക്സ് എന്ന് പറയുന്നത് ജിയുടെ ഫാദറിലോ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ഫാദറിലോ ആവണമെങ്കിൽ ജി മെയിൽ മെമ്പർ ആണ്. സോ ജിയുടെ വൈഫിന്റെ അച്ഛനാണ് എക്സ്. ജിയുടെ വൈഫായിട്ട് എനിക്ക് ഓയെ കൊടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ. കാരണം എക്സിന്റെ 2 മക്കളിൽ ഒരു മെയിലും ഒരു ഫീമെയിലും ആണുള്ളത്. ഓക്കെ, അപ്പം ഒള്ളി ഡോട്ടർ എന്ന് പറയുന്നുണ്ട്, ഒള്ളി ഡോട്ടർ ആണെന്ന് പറയുന്നുണ്ട്. ഒരേ ഒരു മകളെ ഉള്ളൂ. സോ ആ മകൾ ഓ ആണെങ്കിൽ ജിയുടെ വൈഫ് എന്തായാലും ഓയ്ക്കായേ പറ്റുള്ളൂ. ആ വൈഫിന്റെ അച്ഛനാണ് എക്സ്. ഓക്കെ, ഇനി പറയുന്നുണ്ട് യുവും എക്സും എന്താണ്? ഓപ്പോസിറ്റ് ജെൻഡർ ആണ്. ഇവിടെ ജിയുടെ ഒരു കുട്ടിയാണ് ആര്? യു. യുവും എക്സും ഓപ്പോസിറ്റ് ജെൻഡർ ആണെങ്കിൽ, എക്സ് അവിടെ മെയിൽ ആണെങ്കിൽ യു അവിടെ എന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. പിന്നെ കെ എന്ന് പറയുന്നത് മദർ ഇൻ ലോ ആണ്. ആരുടെ മദർ ഇൻ ലോ? ഓഫ് ഓയുടെ മദർ ഇൻ ലോ ആണ് ആര്? കെ. മദർ ഇൻ ലോ എന്ന് വെച്ചാൽ സ്പൗസിന്റെ അമ്മ. ഓയ്ക്ക് ഒരു സ്പൗസ് ഇല്ലേ? ജി അല്ലേ സ്പൗസ്? ഓയ്ക്ക് സ്പൗസ് ഉണ്ട്, ജി ആണ് സ്പൗസ്. സോ ജിയുടെ അമ്മയായിട്ട് എനിക്ക് ആരെ കൊടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ? സോ ജിയുടെ അമ്മയായിട്ട് എനിക്ക് ആരെ കൊടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ? ഈ പറഞ്ഞ കെ കൊടുക്കാനല്ലേ ഓപ്ഷൻ ഉള്ളൂ. കെ മദർ ഇൻ ലോ ആണ്, ഓയുടെ മദർ ഇൻ ലോ ആണ്, ഓ ഫീമെയിൽ ആണ്. സോ ഓയുടെ ഹസ്ബൻഡിന്റെ അമ്മയാണ് കെ. കൊടുത്തു. എൽ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് യു. എൽ എന്ന് പറയുന്നത് യുവിന്റെ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആണ്. പെറ്റേണൽ മീൻസ് അച്ഛൻ വഴിയുള്ള ബന്ധം. സോ അച്ഛന്റെ അച്ഛനാണ് ആര്? യുവിന്റെ അച്ഛന്റെ അച്ഛൻ. യുവിന്റെ അച്ഛൻ ആരുണ്ട്? ജി ഉണ്ട്. സോ ജിയുടെ അച്ഛനായിരിക്കും ആര്? എൽ. സോ ജിയുടെ അമ്മ എന്ന് പറയുന്നത് കെ അല്ലേ. സോ ഇവരെ എനിക്ക് പെയർ ചെയ്തൂടെ, എല്ലിനെയും കെ. സോ ഇതാണ് ആൻസർ. ഇതാണ് ഫാമിലി ട്രീ. നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പം കൺഫ്യൂഷൻ ആകാത്ത രീതിയിൽ വേണം ഫിക്സ് ചെയ്യാൻ കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ ഫിക്സ് ചെയ്യാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇങ്ങോട്ടാണ് ഫിക്സ് ചെയ്യാൻ എടുത്തത്. പക്ഷെ ഇവിടെ ഞാനൊരു ജി എഴുതി കുളവാക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഒരു ജി ഇവിടെ കുറച്ചിങ്ങോട്ടായിപ്പോയി. നേരെ തീയുടെ നമ്മുടെ ഇഷ്ടമാണത്, എവിടെ വേണോ റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. കൊടുക്കുമ്പം ക്ലിയർ ആയിട്ട് കൊടുക്കുക. ക്ലിയർ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ തെറ്റാനുള്ള സാധ്യത അവിടെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഫാമിലി ട്രീ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് താഴെ പറഞ്ഞേക്കുന്നവരിൽ ആരാണ് യുവിന്റെ അമ്മ? യുവിന്റെ അമ്മ ആരാ? ഓ അല്ലേ. അച്ഛൻ ജിയും അമ്മ ഓയും ആണ്. സോ ഓപ്ഷൻ ബി ഓ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? സോ ഇവിടെ നിന്ന് എന്ത് സബ് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. ചോദിക്കുന്നത് എന്താണോ അത് ആൻസർ ചെയ്യാം. ഓ എല്ലിന്റെ ആരാണെന്ന് ചോദിച്ചാൽ ഹൗ ഈസ് ഓ റിലേറ്റഡ് ടു എൽ എന്ന് ചോദിച്ചാൽ ആരാ? മരുമകളാണ്, മകന്റെ വൈഫാണ്. അല്ലെങ്കിൽ ഹൗ ഈസ് ഓ റിലേറ്റഡ് ടു എക്സ് എന്ന് ചോദിച്ചാൽ മകളാണ്, ഡോട്ടറാണ്. ഹൗ ഈസ് യു റിലേറ്റഡ് ടു വി എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഹൗ ഈസ് യു റിലേറ്റഡ് ടു വി? വിക്ക് ഒരു സിബ്ലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ വിക്ക് ഒരു സഹോദരി ഉണ്ട് അല്ലെ. സഹോദരിയുടെ മകളാണ് യു. സഹോദരിയുടെ മകളിനെ നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ സിബ്ലിങ്ങിന്റെ മകളെ നമ്മൾ എന്ത് പറയും? നീസ്. നമ്മൾ നേരത്തെ ഒരു നെഫ്യൂ പറഞ്ഞില്ലേ, നെഫ്യൂവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നീസ്. അപ്പം ഇത് നമുക്ക് എന്താ ഫാമിലി ട്രീ വരയ്ക്കുക ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ വരും ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. സബ് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. വി ഇസഡിനെ മാരി ചെയ്താൽ ദെൻ ഹൗ ഈസ് ടി റിലേറ്റഡ് ടു ഇസഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോക്കി. ഞാനത് റബ്ബ് ചെയ്ത് കളഞ്ഞു, കാരണം അടുത്ത സ്ലൈഡിലോട്ട് വരണമെങ്കിൽ അത് റബ്ബ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് റബ്ബ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആൻസർ കാണും, നേരത്തെ നമ്മൾ വരച്ച ഫാമിലി ട്രീ കാണും, അത് വെച്ചിട്ടൊന്ന് വെരിഫൈ ചെയ്താൽ മതി ആൻസർ എന്ത് വരും എന്നുള്ള കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കെ ഈസ് ദ മദർ ഓഫ് പി. സോ നമുക്ക് ആദ്യം തന്നെ വരയ്ക്കാം. കെ മദർ ആണ്, പിയുടെ മദർ ആണ്. പി ഹൂ ഈസ്, ഹൂ വന്നാൽ ഹൂ റെപ്രസെന്റ് ചെയ്യുന്ന സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ ഹൂവിന് തൊട്ട് മുന്നേ കിടക്കുന്ന പേഴ്സൺ. പി ഹൂ ഈസ് സിസ്റ്റർ ഓഫ് ജി. പി സഹോദരിയാണ്, ജിയുടെ സഹോദരിയാണ്. പി ഈസ് മാരീഡ് ടു ഇസഡ്. പിയും ഇസഡും കപ്പിൾസ് ആണ്. പി നമ്മൾ ഓൾറെഡി റെപ്രസെന്റ് ചെയ്തു. പി മൈനസ് ആയതുകൊണ്ട് എനിക്ക് എന്ത് കൊടുക്കാം? ഇസഡിന് പ്ലസ് എന്ന് കൊടുക്കാം. പി മാരീഡ് ടു ഇസഡ് ആണ്. എച്ച് ഈസ് ദ പേരന്റ് ഓഫ് ജി. എച്ച് എന്ന് പറയുന്ന ആള് ജിയുടെ പേരന്റ് ആണ്. ജിയുടെ ഒരു ഫീമെയിൽ പേരന്റ് ഓൾറെഡി ഇതിലില്ലേ? ഇല്ലേ? പിയും ജിയും സഹോദരങ്ങളാണ്. അവരുടെ അമ്മയാണ് കെ. അവരുടെ അമ്മയാണ് കെ. സോ എനിക്ക് ആരായിരുന്നു? എച്ചിനെ ജിയുടെ പേരന്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഓൾറെഡി ഒരു പേരന്റ് കെ ഉണ്ട്. സോ അടുത്ത കെയുടെ പേരായിട്ട് എനിക്ക് എച്ചിനെ കൊടുക്കാനല്ലേ പറ്റുള്ളൂ. പേരന്റ് എന്നാ പറയുന്നത്. സോ മെയിലോ ഫീമെയിലോ ആകാം. പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ കെ ഫീമെയിൽ അല്ലേ? കെ ഫീമെയിൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എച്ച് എന്തിലോട്ട് പോകും? മെയിൽ. ഓക്കെ. സോ അത് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇവിടെ വരെയുള്ള പോയിന്റ് അവിടെ കംപ്ലീറ്റഡ്. അടുത്ത നോക്കാം. ഐ മദർ ഓഫ് ഇസഡ് ആണ്. സോ ഇവിടെ ഇസഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവര് 4 പേരും അടങ്ങുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അതിൽ പിയുടെ പേരായിട്ട് ഇസഡ് വന്നു. അടുത്ത ഇസഡിനെ വെച്ചാണ് ഒരു പോയിന്റ് അവിടെ പറയുന്നത്. ഐ എന്ന് പറയുന്നത് ഇസഡിന്റെ അമ്മയാണ്. ഐ അമ്മയാണ്. ആൻഡ് ക്യൂ ഈസ് ദ ഒൺലി ഡോട്ടർ ഓഫ് ഐ. ക്യൂ എന്ന് പറയുന്നത് ഐയുടെ ആരാ? ഒരേ ഒരു മകളാണ്. ക്യൂ ഒൺലി ഡോട്ടർ ആണ്. ആരുടെ? ഐയുടെ. ഐയുടെ മകനല്ലേ ഇസഡ്? ഐയുടെ മകനല്ലേ ഇസഡ്? സോ ക്യൂവിനെ എനിക്ക് ഐയുടെ മകളായിട്ട് കൊടുക്കണമെങ്കിൽ, ക്യൂവിനെ എനിക്ക് ഐയുടെ മകളായിട്ട് കൊടുക്കണമെങ്കിൽ ഇസഡിന്റെ സിസ്റ്റർ ആയിട്ട് കൊടുക്കാനല്ലേ പറ്റൂ? അല്ലേ? ക്യൂ ഒൺലി ഡോട്ടർ ഓഫ് ഐ ആണ്. ഐയുടെ ഒരേ ഒരു മകളാണ്. ഐയുടെ മകനാണ് ഇസഡ്. സോ ഐയുടെ മകളായിട്ട് ക്യൂവിനെ കൊടുക്കണമെങ്കിൽ എനിക്ക് ഇസഡിന്റെ സിസ്റ്റർ ആയിട്ട് ആരെ കൊടുക്കാം? ക്യൂവിനെ കൊടുക്കാം. ദെൻ എന്നും ജിയും ആരാ? സിബ്ലിങ്സ് ആണ്. ഇവിടെ ജി ഇല്ലേ? അതിൽ എന്നും ജിയും എന്തായിട്ട് വരും? സിബ്ലിങ്സ് ആണ്. ഓക്കെ. ദെൻ കേക്ക് ആരേ ഉള്ളൂ? കെ ഹാസ് ഓൺലി 1 ഡോട്ടർ. കേക്ക് ഒരു മകളല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയേ, കെയുടെ 3 മക്കളല്ലേ ഇത്? പിയും ജിയും എന്നും. പി ജി എൻ എന്ന് പറയുന്നത് കെയുടെ 3 മക്കളല്ലേ? എന്താ പറയുന്നത്? കേക്ക് ഒരു മകളെ ഉള്ളൂ. 3 മക്കളിൽ ഒരാൾ മാത്രമേ മകളായിട്ടുള്ളൂ, ഫീമെയിൽ ചൈൽഡ് ആയിട്ടുള്ളൂ. ആ ഫീമെയിൽ ചൈൽഡ് അല്ലേ പി? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ജിയും എന്നും അവിടെ എന്തായിരിക്കും? മെയിൽ ചൈൽഡ് ആയിരിക്കും. സോ ജിയുടെയും എന്നിന്റെയും ജെൻഡർ അവിടെ അൺട്രസ്റ്റഡ് ആണ്. അവര് മെയിലിലോട്ട് പോകും. ഐ ഈസ് ദ വൈഫ് ഓഫ് ആർ. ഐ എന്ന് പറയുന്നത് വൈഫാണ്. ഐ ഓൾറെഡി നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഐ ആരാണ്? ആറിന്റെ വൈഫാണ്. സോ ആർ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. സോ ഇതാണ് ഫാമിലി ട്രീ. ഇതാണ് ഫാമിലി ട്രീ എന്ന് പറയുന്നത്. സോ ഹൗ ഈസ് ഇസഡ് റിലേറ്റഡ് ടു എൻ? അപ്പൊ ഇവർ എത്ര പേരായി? ഇവര് കുറച്ച് പേരുണ്ട് അല്ലേ? ഒരു 9 പേരുണ്ട്. 9 പേരടങ്ങുന്ന ഫാമിലിയാണ്. സോ 9 പേരടങ്ങുന്ന ഫാമിലിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇസഡ് എന്നിന്റെ ആരാണ്? ആരായിട്ട് വരും? ബ്രദർ ഇൻ ലോ അല്ലേ? ഞാൻ നോക്കുവാണെങ്കിൽ എന്നിനൊരു സഹോദരി ഉണ്ട്. ഇവര് 3 പേര് സിബ്ലിങ്സ് ആണ്. എന്നിന്റെ സഹോദരി അല്ലേ പി? പിയുടെ ഹസ്ബൻഡ് അല്ലേ ഇസഡ്? സോ സഹോദരിയുടെ ഭർത്താവ് ആകുമ്പോഴത്തേക്ക് എന്തായിട്ട് വരും? ബ്രദർ ഇൻ ലോ കേട്ടോ. ഇസഡ് എന്നിന്റെ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്? ബ്രദർ ഇൻ ലോ. ഹൗ ഈസ് എച്ച് റിലേറ്റഡ് ടു ഇസഡ്? എച്ച് ഇസഡിന്റെ ആരാണ്? ആരായിട്ട് വരും? ഫാദർ ഇൻ ലോ. നോക്കിയേ, ഇസഡിന്റെ വൈഫ് അല്ലേ പി? ഇസഡിന്റെ വൈഫാണ് പി. പിയുടെ അച്ഛനാണ് എച്ച്. സോ എന്ത് വരും? വൈഫിന്റെ അച്ഛനാകുമ്പോഴത്തേക്ക് എന്ത് പറയാം? ഫാദർ ഇൻ ലോ. ഇപ്പൊ ഇവിടുന്ന് എങ്ങനെ വേണേലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ആദ്യം തൊട്ടേ നമ്മൾ പറയുന്ന പോലെ ഏത് രീതിക്ക് ചോദിച്ചാലും ആൻസർ പറയാൻ വില്ലിങ് ആയിരിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. ആൻസർ പറയാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇത് രണ്ടുമായിരുന്നു ആ ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. വീണ്ടും ഒരു 7 പേരുടെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യം 2 ക്വസ്റ്റ്യൻ എനിക്കൊന്ന് 7 പേരുടെയാണ് ചെയ്തത്. പിന്നെ 8, 9 പേരുടെ ചെയ്തു. വീണ്ടും ഒരു 7 പേരുടെ ഒരു ഫാമിലി. 2 ജനറേഷൻ ആണുള്ളത്. എസ്
സിസ്റ്റർ ഇൻ ലോ ആണ് ആരുടെ? ഇസഡിന്റെ. ഫസ്റ്റ് പോയിന്റ് അതാണ് കേട്ടോ. എസ് ഈസ് ദ സിസ്റ്റർ ഇൻ ലോ ഓഫ് ഇസഡ്. ഹു ഈസ് അൺമാരിഡ് ഫീമെയിൽ. ആ ഹു ആരാ? ഇസഡ് ആണ്. അപ്പൊ ഇസഡ് എന്ന് പറയുന്നത് എന്താ? അവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അൺമാരീഡ് ആയിട്ടുള്ള ഫീമെയിൽ ആണ്. അപ്പൊ ഇസഡ് ഒരു ഫീമെയിൽ അല്ലേ? അപ്പൊ ഇസഡിന് ആരില്ല? ഹസ്ബൻഡ് ഇല്ല, വിവാഹം കഴിച്ചിട്ടില്ല. സോ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, എസ്സിനെ എനിക്ക് ഇസഡിന്റെ സിസ്റ്റർ ഇൻ ലോ ആയിട്ട് കൊടുക്കണം. സിസ്റ്റർ ഇൻ ലോ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പറയും? നമ്മുടെ നാത്തൂന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ഇപ്പൊ എന്റെ സിസ്റ്റർ ഇൻ ലോ എന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡിന്റെ സഹോദരിയാകാം, അല്ല, അല്ലെങ്കിൽ എനിക്കൊരു ബ്രദർ ഉണ്ടെങ്കിൽ എന്റെ ബ്രദറിന്റെ വൈഫും ആരാ? എനിക്ക് എന്റെ സിസ്റ്റർ ഇൻ ലോസാ. ഓക്കെ ആണല്ലോ. സോ ഇസഡിന് അൺമാരീഡ് ആയിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ, ഇസഡ് അൺമാരീഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അവിടെ ഇസഡിന്റെ സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസഡിന് എന്തായാലും സ്പൗസ് ഇല്ല. സോ പക്ഷെ ഇസഡിന് ആര് കാണും? ഒരു ബ്രദർ കാണും അല്ലെ? ആ ബ്രദറിന്റെ വൈഫായിട്ട് എനിക്ക് ആരെ കൊടുക്കാം? എസ്സിനെ കൊടുക്കാം. ആ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇസഡ് അവിടെ അൺമാരീഡ് ആയതുകൊണ്ട് ഇസഡിന് ഒരു സ്പൗസ് വരത്തില്ല. ഓക്കെ, ഇസഡിന് സ്പൗസ് ഇല്ലാത്ത സ്ഥിതിക്ക് എസ്സിനെ എനിക്ക് ഇസഡിന്റെ സിസ്റ്ററായിട്ട് കൊടുക്കണമെങ്കിൽ ഇസഡിന് ഉറപ്പായിട്ട് അവിടെ ഒരു ബ്രദർ കാണും. ആ ബ്രദറിന്റെ വൈഫ് ആയിരിക്കും എസ്. ഓക്കെ, അപ്പൊ അവിടെ ആ പോയിന്റ് കഴിഞ്ഞു. ടി ഫാദർ ഓഫ് ഒ ആൻഡ് ഇസഡ് ഓൺലി. ടി ഫാദർ ആണ് ആരുടെയൊക്കെ? ഓയുടെയും ഇസഡിന്റെ മാത്രം. ഓയുടെയും ഇസഡിന്റെ മാത്രം അച്ഛനാണ് ടി. അതായത് ടിക്ക് 2 മക്കളെ ഉള്ളെന്നല്ലേ അതിന്റെ അർത്ഥം. ഓയുടെയും ഇസഡിന്റെ മാത്രമാണ് അച്ഛനായിട്ട് വരുന്നത് ടി. ഓക്കെ, ആ 2 പേരുടെ അച്ഛൻ മാത്രം, അല്ലെങ്കിൽ ആ 2 പേരുടെ മാത്രം അച്ഛനായിട്ട് വരണമെങ്കിൽ ടിക്ക് 2 മക്കളെ ഉള്ളൂ എന്ന് അർത്ഥം. സോ ടിയുടെ 2 മക്കളാണ് ആരൊക്കെ? ഓയും ഇസഡും. ഇസഡ് ഓൾറെഡി ഇല്ലേ? അപ്പൊ പിന്നെ ഇസഡിന്റെ ഈ ബ്രദറായിട്ട് കിടക്കുന്ന പേരറിയാൻ വയ്യാത്ത ആളാരായിരിക്കും? ഓയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവരെ 2 പേരുടെ അച്ഛനായിട്ട് എനിക്ക് ആരെ കൊടുക്കാം? ടിയെ കൊടുക്കാം. ടി ഫാദർ ആണ്, ഓ ആൻഡ് ഇസഡ് ഓൺലി. കഴിഞ്ഞു, ആ പോയിന്റ് കഴിഞ്ഞു. ഇനി എൻ സിസ്റ്റർ ഓഫ് വി ആണ് ആൻഡ് മദർ ഇൻ ലോ ഓഫ് എസ് ആണ്. ഓക്കെ, എൻ എന്ന് പറയുന്ന ആള് വിയുടെ സഹോദരിയുമാണ്, എസിന്റെ മദർ ഇൻ ലോ ആണ്. എസിന്റെ മദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ എസിന്റെ സ്പൗസിന്റെ അമ്മ. എസിന് ഒരു സ്പൗസ് വന്നിട്ടില്ല, എസ് ഓൾറെഡി ഇതിലുണ്ടോ? എസിന് സ്പൗസ് ഉണ്ട്, ഓയാണ് സ്പൗസ്. സോ ഓയുടെ അമ്മയായിട്ട് എനിക്ക് ആരെ കൊടുക്കാം? എന്നിനെ കൊടുക്കാം. ഇവിടെ എന്നിനെ പറ്റിയിട്ടാണ് 2 പോയിന്റും പറയുന്നത്. എന്ന വിയുടെ സഹോദരിയാണ്, പിന്നെ ആൻഡ് വരുമ്പോഴത്തേക്ക് ആൻഡ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നിനെയാണ്. സോ അവിടെ എന്നിനെ തന്നെയാണ് എസിന്റെ മദർ ഇൻ ലോ എന്ന് പറയുന്നത്. സോ എസിന്റെ ഹസ്ബൻഡിന്റെ അമ്മ എന്ന് പറയുമ്പോൾ അത് ടിയുടെ വൈഫായിട്ടല്ലേ വരുന്നത്. ക്ലിയർ? സോ ഈ പറഞ്ഞ എന്നിന്റെ സിസ്റ്റർ ആയിട്ട് എനിക്ക് ആരെ കൊടുക്കാം? വിയെ കൊടുക്കാം. സോ 6 പേരായി. 6 പേര് ഇപ്പോഴേ ആയി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഡബ്ല്യു എന്ന് പറയുന്നത് ബ്രദർ ഇൻ ലോ ഓഫ് ഓ ആണ്. ഓയുടെ ബ്രദർ ഇൻ ലോ ആണ് ആര്? ഡബ്ല്യു. അതുകൂടെ കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ് ആണ്. അപ്പം ഡബ്ല്യുവിനെ എനിക്ക് ഓയുടെ ബ്രദർ ഇൻ ലോ ആയിട്ട് കൊടുക്കണമെങ്കിൽ, ഓ ഒരു മെയിൽ മെമ്പർ ആണ്, ഓയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആയിട്ട് വരാൻ വേണമെങ്കിൽ ബ്രദർ ഇൻ ലോ അല്ലെ, അളിയൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. പക്ഷെ സിസ്റ്ററിന് എന്താ? സിസ്റ്റർ അവിടെ അൺമാരീഡാ, കല്യാണം കഴിച്ചിട്ടില്ല. സോ എന്തായാലും സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആകാൻ സാധ്യതയില്ലെന്നല്ല, ആകാൻ പറ്റത്തില്ല. പക്ഷെ ഓയ്ക്കൊരു വൈഫില്ലേ? അപ്പൊ ആ രീതിക്കും ബ്രദർ ഇൻ ലോ വരാലോ. അപ്പൊ ബ്രദർ ഇൻ ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ സഹോദരിയുടെ ഭർത്താവ്, അല്ലെങ്കിൽ സ്പൗസിന്റെ ബ്രദർ, ഏത് രീതി വേണോ വരാം. സോ ഡബ്ല്യുവിനെ എനിക്ക് എസിന്റെ ഓയുടെ ബ്രദർ ഇൻ ലോ ആയിട്ട് കൊടുക്കാനേ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെന്ത് ഓപ്ഷനേ ഉള്ളൂ? എസിന്റെ ബ്രദർ അല്ല, എസിന്റെ ബ്രദർ ആയിരിക്കാനേ ഓപ്ഷൻ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. കാര്യം ഓയ്ക്ക് ഒരു സിസ്റ്ററേ ഉള്ളൂ, ആ സിസ്റ്റർ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ സ്പൗസിന്റെ ബ്രദർ, എസിന്റെ ബ്രദർ. ഓക്കെ, ഇനി പറയുന്നുണ്ട് നമ്പർ ഓഫ് മെയിൽ എന്ന് പറയുന്നത് ഈ ഒരു 7 പേരിൽ മെയിൽസിന്റെ എണ്ണമാണ് മോർ ദാൻ ദാറ്റ് ഓഫ് ഫീമെയിൽസ്. സോ മെയിൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഫീമെയിൽസിന്റെ എണ്ണത്തെക്കാൾ കൂടുതലാണ്. നമുക്ക് നോക്കാം. ഒരു മെയില്, 2, 3. സോ ഇവര് 3 പേരും മെയിൽസ് ആയിട്ട് വന്നിട്ടുണ്ട്. എൻ, വി, എസ്, ഇവര് 3 ഫീമെയിൽസ് ആയിട്ടുണ്ട്. അപ്പൊ മെയിൽസിന്റെ എണ്ണം കൂടി നിൽക്കണമെങ്കിൽ എന്തായാലും 4, 3 ആയിരിക്കും അല്ലെ. ഓൾറെഡി 3 ഫീമെയിൽസ് വന്നിട്ടുണ്ട്, ഇനി ഫീമെയിൽസിന് വരാൻ പറ്റത്തില്ല. സോ ഫീമെയിൽസിന് ഇനി ഓരോ ഫീമെയിലൂടെ വന്നാൽ ഫീമെയിൽസിന്റെ എണ്ണം കൂടിപ്പോവും. സോ നമുക്ക് ബാക്കിയുള്ള ജെൻഡർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരുടെയും ജെൻഡർ നമുക്ക് കിട്ടിയില്ലേ. ഓക്കെ, നോക്കുവാണെങ്കിൽ
ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ വിക്ക് മൈനസ് എന്ന് ഓർക്കാതെ കൊടുത്തു കേട്ടോ. വിക്ക് ഓർക്കാതെ ഞാൻ മൈനസ് എന്ന് കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇവിടെ അതെനിക്ക് മാറിപ്പോയതാണ്. ഞാൻ വി സിസ്റ്റർ ആയിട്ട് എടുത്തു. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയേ, എൻ ഈസ് ദ സിസ്റ്റർ ഓഫ് വി എന്നാ പറഞ്ഞേക്കുന്നത്. എന്നാണ് വിയുടെ സഹോദരി. ഇവിടെ വിയുടെ ജെൻഡർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. പോയിന്റ് എനിക്കത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അത് ചെറിയ മിസ്റ്റേക്ക് അല്ല, വലിയ മിസ്റ്റേക്ക് ആണ് പറഞ്ഞു വരുമ്പോ കേട്ടോ. അപ്പൊ ഇവിടെ ജസ്റ്റ് നമ്മൾ ഓർത്തിരിക്കുക, എൻ ഈസ് ദ സിസ്റ്റർ ഓഫ് വി എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാണ് വിയുടെ സഹോദരി. വി ഞാൻ ഓർക്കാതെ എപ്പോഴും അങ്ങ് മൈനസ് കൊടുത്തു പോയതാണ്. സോ അത് ഒന്ന് ഓർക്കുക. അപ്പൊ വിയുടെ ജെൻഡർ കണ്ടുപിടിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെയിൽസിന്റെ എണ്ണമാണ് ഫീമെയിൽസിന്റെ എണ്ണത്തെക്കാൾ കൂടി നിൽക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ ഓൾറെഡി 1, 2, 3 ഫീമെയിൽസ് ആയി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വിയുടെ ജെൻഡർ എന്തായിരിക്കും? പ്ലസ്. വി പ്ലസ് ആണ്, വി മൈനസ് അല്ല. എന്നാണ് വിയുടെ സഹോദരി. എന്നാണ് വിയുടെ സഹോദരി എന്ന് പോയിന്റ് പറഞ്ഞത്. ഓക്കെ, ഞാൻ വി അറിയാതെ അവിടെ എപ്പോഴോ മൈനസ് കൊടുത്തു പോയതാണ്, ഓർക്കാതെ ഒരു മൈനസ് ആയി പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ദെൻ ഹൗ ഈസ് വി റിലേറ്റഡ് ടു ഇസഡ്. വി ഇസഡിന്റെ ആരാണ്? വി ഇസഡിന്റെ ആരായിട്ട് വരും? ഇസഡിന് അങ്കിളായിട്ട് വരും അല്ലെ. ഇസഡിന്റെ അമ്മയാണ് ആര്? എൻ എന്ന് പറയുന്ന ആള്. ഇസഡിന്റെ അമ്മയാണ് ടീയുടെ എന്നിന്റെ മക്കളാണ് ഇവർ രണ്ടുപേരും. ഓക്കെ, ടീയുടെ എന്നിന്റെ മക്കളാണ് ഇവർ രണ്ടുപേരും. സോ ഇസഡ് അല്ലെങ്കിൽ വി ഇസഡിന്റെ ആരാണെന്ന് ചോദിച്ചാൽ, ഹൗ ഇസ് വി റിലേറ്റഡ് ടു ഇസഡ് എന്ന് ചോദിച്ചാൽ, വി എങ്ങനെയാണ് ഇസഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? സോ ഇസഡിന്റെ അമ്മയുടെ സഹോദരൻ, മെറ്റേണൽ അങ്കിൾ, അമ്മയുടെ സഹോദരൻ. ഓക്കെ, സോ അതാണ് ആൻസർ വരുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും ഒരു 7 പേരുടെ ഫാമിലിയാണ്. നമ്പർ ഓഫ് മെയിൽസ് എന്ന് പറയുന്ന തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ ഇവിടെ ആദ്യം ഒരു പോയിന്റ് ഉണ്ട്. നമ്പർ ഓഫ് മെയിൽസ് എന്ന് പറയുന്നത് ഫീമെയിൽസിന്റെ എണ്ണത്തെക്കാൾ കൂടുതലാണ്. ആദ്യം പറയുന്നുണ്ട് ടി മാരീഡ് ടു എഫ് ആണ്. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്ത് പോവാം. ടി മാരീഡ് ടു എഫ് ആണ്. ഹു ഈസ് മദർ ഓഫ് 2 ചിൽഡ്രൻ. അപ്പൊ ടി എന്ന് പറയുന്ന അമ്മയാണ്. ടി അമ്മയാണെങ്കിൽ സോറി ടി അല്ല, എഫ് അമ്മയാണ്. എഫ് അമ്മയാണെങ്കിൽ ടിയുടെ ജെൻഡർ എന്തായിരിക്കും? മെയിൽ ആയിരിക്കും. എത്ര പേരുടെ അമ്മയാണെന്നാ പറഞ്ഞേക്കുന്നത്? മദർ ഓഫ് 2 പേര്. സോ 2 മക്കൾ അപ്പുറം ഇപ്പുറം ഉണ്ട്. ഓക്കെ, 2 പേരേ ഉള്ളൂ മക്കളായിട്ട്, 2 പേരേ ഉള്ളൂ. സോ ഇവിടെ വരെയുള്ള പോയിന്റ് അവിടെ കംപ്ലീറ്റ് ആണ്. ടി മദർ ഓഫ് എഫ് സോറി ടി മാരീഡ് ടു എഫ് ആണ്. എഫ് എന്ന് പറയുന്നത് 2 മക്കളുടെ അമ്മയാണ്. ദെൻ ടി ഹാസ് എ സിസ്റ്റർ ഇൻ ലോ. ടിക്ക് ആരുണ്ട്? ഒരു സിസ്റ്റർ ഇൻ ലോ ഉണ്ട്. സോ ടിയുടെ സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുമ്പം ടിക്ക് ഒരു വൈഫ് ഉണ്ട് അല്ലെ. ടിക്ക് ഒരു വൈഫ് ഉണ്ട്. ആ വൈഫിന്റെ സഹോദരി ആവാം, അല്ലെങ്കിൽ ടിയുടെ ഒരു ബ്രദർ കാണും, ബ്രദറിന്റെ വൈഫ് ആകാം. 2 രീതിയിലാകാം. പക്ഷെ ഇവിടെ ഒരു ബ്രദറിലോട്ടൊക്കെ ടിക്ക് ഒരു ബ്രദർ ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് എങ്ങനെ ടിയുടെ സിസ്റ്ററിലോ ഫിക്സ് ചെയ്യണം നോക്കാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി യു ഗ്രാൻഡ് ഫാദർ ആണ് ആരുടെ? ബിയുടെ. യു എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ ആണ് ബിയുടെ. ബിക്ക് ഒരു പേരന്റ് ഉണ്ട്, ഒന്നെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ. ബിയുടെ അച്ഛന്റെയോ അമ്മയുടെയോ ഫാദർ ആയിട്ട് വരും യു. നോക്കാം. യു ഗ്രാൻഡ് ഫാദർ ഓഫ് ബി ആണ് ആൻഡ് നോട്ട് ദ ഫാദർ ഓഫ് ടി. യു ബിയുടെ എന്താണ്? ഗ്രാൻഡ് ഫാദർ. പക്ഷെ എന്താ ടിയുടെ അച്ഛനല്ല. ടിയുടെ അച്ഛൻ യു അല്ല. ടിയുടെ അച്ഛനല്ല യു. ഓക്കെ, ക്യൂ മദർ ഓഫ് എസ് ആണ്. ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുവാണ് പലയിടത്തായിട്ട്. ക്യൂ മദർ ഓഫ് എസ് ആണ്. ജെ ഈസ് ദ സൺ ഓഫ് ടി. ജെ മകനാണ്. ഇവിടെ ഒരു ടി വന്നിട്ടില്ലേ. അപ്പൊ ടിക്ക് 2 മക്കളെ ഉള്ളൂ നമുക്കറിയാം, അല്ലെങ്കിൽ എഫ് 2 പേരുടെ അമ്മയാണെന്നാ പറഞ്ഞേക്കുന്നത്. സോ അതിലൊരു കുട്ടിയാണ് ആര്? ജെ. കാരണം ജെ ഈസ് ദ സൺ ഓഫ് ടി എന്ന് പറയുന്നുണ്ട്. ജെ മകനാണ്. ഇനി ജെക്ക് ഒരു സിബ്ലിംഗ് കൂടെ ഉള്ളൂ. ഓക്കെ, ജെ സൺ ഓഫ് ടി ആണ്. ഹു ഈസ് ആ ഹു എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാ? ടി ആണ് കേട്ടോ. ടി. ഹു ഈസ് ബ്രദർ ഇൻ ലോ ഓഫ് എസ്. ടി എന്ന് പറയുന്നത് ആരാ? എഫ്സിന്റെ ബ്രദർ ഇൻ ലോ ആണ്. എസിന്റെ ബ്രദർ ഇൻ ലോ ആണ്. അപ്പൊ എനിക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇവിടെ എനിക്ക് ആകെ പറഞ്ഞേക്കുന്നത് എസിന്റെ ഒരു മദർ ഉണ്ട് ക്യൂ, യുവിന് ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ട് യു, പിന്നെ യുവിന്റെ മകനായിട്ട് ടി വരത്തില്ല, അല്ലെങ്കിൽ ടിയുടെ അച്ഛനായിട്ട് യു വരത്തില്ല. ഇത്രയും പോയിന്റ്സ് ഉണ്ട്.
എനിക്കിനി പിന്നെ പറയുന്നുണ്ട് ഒരു എന്താണ് ടി എന്ന് പറയുന്നത് എസിന്റെ ബ്രദർ ഇൻ ലോ ആണ്. ടിക്ക് ഒരു സിസ്റ്റർ ഇൻ ലോ വരണമെന്നും പറയുന്നുണ്ടായിരുന്നു ആദ്യം. അപ്പൊ എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക, ആലോചിക്കുക. ഇവിടെ ടിയുടെ ബ്രദർ ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പോയിന്റ് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടോ? ക്വസ്റ്റ്യനിൽ ആകെ 7 പേരേ ഉള്ളൂ അല്ലെ, 7 പേരടങ്ങുന്ന ഫാമിലി അവര്. സോ ടിക്ക് ഒരു ബ്രദർ ഉണ്ടെന്നോ അങ്ങനെയുള്ള കാര്യം പറയുന്നില്ല. പക്ഷെ ടിക്ക് ഒരു സ്പൗസ് ഉണ്ടെന്നോ നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ എനിക്ക് ആ 7 പേരടങ്ങുന്ന ചെറിയൊരു കുഞ്ഞു ഫാമിലി അല്ലെ. അപ്പൊ എനിക്ക് ടിയുടെ സിസ്റ്റർ ഇൻ ലോ ആയിട്ട് ഒരാളെ കൊടുക്കുകയും വേണം. ടി എസിന്റെ ബ്രദർ ഇൻ ലോ ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഏത് പോസിബിലിറ്റി ഉള്ളൂ, ഏത് പോസിബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ അവിടെ? ടിയുടെ ബ്രദറിന്റെ കാര്യമൊന്നും അവിടെ സ്പെസിഫൈ ചെയ്തിരുന്നില്ല. ടിക്ക് ഒരു സിബ്ലിംഗ് ഉണ്ടെന്നോ ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പൊ എനിക്ക് ആകെ ഓപ്ഷൻ ടി എസിന്റെ ബ്രദർ ഇൻ ലോ ആക്കാൻ പറ്റിയ ഓപ്ഷൻ ഏതാ? എഫിന്റെ സിബ്ലിംഗ് ആക്കുക എസിന്. ആ ഓപ്ഷൻ അല്ലേ ഉള്ളൂ അല്ലേ? എസിന്റെ സിബ്ലിംഗ് ആയിട്ട് എഫ് വരണം. അങ്ങനെയാണെങ്കിൽ എസിന്റെ ബ്രദർ ഇൻ ലോ ആയിട്ട് ആര് വന്നിട്ടുണ്ട്? ടി വന്നിട്ടുണ്ട്. ടി ഹൂ ഈസ് ദ ബ്രദർ ഇൻ ലോ ഓഫ് എസ് എന്നാ പറഞ്ഞേക്കുന്നത്. എനിക്ക് ബ്രദർ ഇൻ ലോ ആയിട്ട് കൊടുക്കാൻ ആ ഒരു പോസിബിലിറ്റി അല്ലേ ഈ ഒരു ട്രീയിലുള്ളൂ. കാര്യം ടിക്ക് വേറെ സിബ്ലിംഗ് ഉണ്ടെന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുന്നില്ല. ആകെ 7 പേരടങ്ങുന്ന കൊച്ചു ഫാമിലിയാണ്. ടിക്ക് ഒരു വൈഫ് ഉണ്ടെന്ന് പറയാം. സോ എനിക്ക് ടിയെ എസിന്റെ ബ്രദർ ഇൻ ലോ ആയിട്ട് കൊടുക്കണമെങ്കിൽ എഫിന്റെ സിബ്ലിംഗ് ആയിട്ട് എസിനെ കൊടുക്കാം. ഇനി ടിക്ക് ആരുണ്ടെന്നും പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റില് ടിക്ക് ഒരു സിസ്റ്റർ ഇൻ ലോ ഉണ്ടെന്നും പറയുന്നുണ്ട്. ആ സിസ്റ്റർ ഇൻ ലോ വേണമെങ്കിൽ ആരായിട്ട് തന്നെ വരാം, എഫിന്റെ സഹോദരിയായിട്ട് കൂടെ എസിന്. നമുക്ക് നോക്കാം അങ്ങനെ തന്നെയാണോ നോക്കാം. സോ ഇവർ 4 പേരടങ്ങുന്ന ഒരു ഫാമിലി ആയിട്ടുണ്ട്. ജെക്ക് ഒരു സിബ്ലിംഗ് ഇവിടെ വരണം എന്നും നമുക്കറിയാം. എസ് അവിടെ വന്നിട്ടുണ്ട്. എസിന്റെ അമ്മയായിട്ട് എനിക്ക് ക്യൂയെ കൊടുക്കണം. എസിന്റെ അമ്മയാണെങ്കിൽ അത് ആരുടെയും കൂടെ അമ്മയായിരിക്കും. ഞാൻ ഇപ്പൊ വരച്ചത് വെച്ചിട്ട് എഫിന്റെയും കൂടെ അമ്മയായിരിക്കും. എസും എഫും സിബ്ലിങ്സ് ആണ്. സോ എഫിന്റെ മുകളിലോട്ട് എനിക്ക് ആരെ കൊടുക്കാം? ക്യൂവിനെ കൊടുക്കാം. എഫിന്റെ അമ്മയായിട്ട് എനിക്ക് ക്യൂവിനെ കൊടുക്കാം. സോ യുവിനെ എനിക്ക് ബിയുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് കൊടുക്കുകയും വേണം. എന്നാൽ യുവിന്റെ അല്ലെങ്കിൽ ടിയുടെ അച്ഛനായിട്ട് ആര് വരത്തില്ല? യു വരത്തില്ല. അതല്ലേ പോയിന്റ് പറഞ്ഞേക്കുന്നത് അല്ലെ? സോ എനിക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ലോജിക്കലി ആലോചിക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെ അവരെ രണ്ടുപേരും, ഇനി അവർ രണ്ടുപേരൂടെ വന്നാൽ ആൻസർ ആയി. ടിയുടെ അച്ഛനായിട്ട് ആർക്ക് വരാൻ പറ്റത്തില്ല? യുവിന് വരാൻ പറ്റത്തില്ല. എന്നാൽ യുവിന്റെ ഗ്രാൻഡ് ചൈൽഡായിട്ട് എനിക്ക് ആരെ കൊടുക്കുകയും വേണം? ബിയെ കൊടുക്കുകയും വേണം. അപ്പൊ അത് ഏത് ലോജിക്കിൽ കൊടുക്കാം? എനിക്ക് ആ ഒരു 3 ജനറേഷൻ വെച്ച് നോക്കുമ്പം എനിക്കിവിടെ എങ്ങനെ ഫിക്സ് ചെയ്യാം? ജെയുടെ സിബ്ലിംഗ് ആയിട്ട് ബിയെ ഫിക്സ് ചെയ്തൂടെ? ജെയുടെ സിബ്ലിംഗ് ആയിട്ട് ബി, അങ്ങനെ ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ. കാരണം ഇവിടെ 2 മക്കളുണ്ടെന്നുള്ള കാര്യം ഓൾറെഡി പറയുന്നുണ്ട്. എഫ് 2 പേരുടെ അമ്മയാണെന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഒരാൾ പെൻഡിങ് ആയിട്ട് നിൽക്കുമായിരുന്നു. അതെനിക്ക് ബിയെ ഫിക്സ് ചെയ്താൽ ബിയുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് യുവിനെ ഫിക്സ് ചെയ്തൂടെ? ഗ്രാൻഡ് ഫാദർ കേസ് പറയുന്നുണ്ട് ടിയുടെ അച്ഛനല്ല, എഫിന്റെ അച്ഛനാകാലോ അല്ലെ? അപ്പൊ എന്തായാലും എഫിന്റെ അച്ഛനായിരിക്കും ആര്? യു. എഫിന്റെ അച്ഛനായിട്ട് വരണമെങ്കിൽ ക്യൂവിന്റെ ഹസ്ബൻഡ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഫാമിലി ട്രീ എന്ന് പറയുന്നത്. സോ ഹൗ ഈസ് ടി റിലേറ്റഡ് ടു ബി? ടി എങ്ങനെയാണ് ബിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ആരായിട്ട് വരും? അച്ഛൻ, ഫാദർ. കിട്ടിയോ? ടി എന്ന് പറയുന്നത് ബിയുടെ ഫാദർ. ഇനി ഒരാൾക്ക് നമ്മൾ ജെൻഡർ കൊടുത്തിട്ടില്ല അല്ലെ, ബിക്ക് ജെൻഡർ കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യനിൽ പോയിന്റ് പറയുന്നില്ലേ, നമ്പർ ഓഫ് മെയിൽസ് എന്ന് പറയുന്നത് മോർ ദാൻ ദാറ്റ് ഓഫ് ഫീമെയിൽസ് ആണ്. മെയിൽസിന്റെ എണ്ണം ഫീമെയിൽസിന്റെ എണ്ണത്തെക്കാൾ കൂടുതൽ, തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ. സോ ഇവിടെ നമുക്ക് നോക്കാം, ക്യൂ ഫീമെയില്, എഫ് ഫീമെയില്, എസ് ഫീമെയിൽ. ഓൾറെഡി 3 ഫീമെയിൽസ് ആയി. അപ്പൊ പിന്നെ മെയിൽസിന്റെ എണ്ണം കൂടി നിൽക്കണമെങ്കിൽ അവിടെ 7 പേരേ ഉള്ളൂ. 4 മെയിൽ വന്നല്ലേ പറ്റത്തുള്ളൂ. ബിയുടെ ജെൻഡർ പ്ലസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും നമ്മുടെ ഇതൊരു PO ലെവൽ ക്വസ്റ്റ്യൻ ആണ്, PO പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളൊരു 5-6 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റണം 2 പേര് തമ്മിലുള്ള റിലേഷൻ എന്താണ്. ഓക്കെ, സ്പെസിഫൈ ചെയ്ത് നമുക്ക് അത് പറയാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ക്ലിയർ? നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്തൊന്ന് നോക്കുക. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ടോപ്പിക്ക് നമ്മൾ അത്രയും ഇതാവുള്ളൂ, അത്രയും സ്ട്രോങ് ആവുള്ളൂ. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് പെട്ടെന്നൊന്നത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതനുസരിച്ചിട്ടൊന്ന് നോക്കുക. സോ ഇത് നമ്മുടെ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ബാങ്ക് ബാച്ച് എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ഉണ്ട്, പിന്നെ കൊട്ടാരക്കര, കോഴിക്കോട്, കൊല്ലം. ഇപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് ഓഫീസിൽ വിളിച്ച് ഇപ്പം അഡ്മിഷനൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ്
ഏത് ബ്രാഞ്ചാണോ ആവശ്യം അവിടെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പം ഓൺലൈൻ ബാച്ചസും ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ജസ്റ്റ് റീസണിങ് ക്ലാസ്, ബാങ്കിന്റെ ബേസ് ചെയ്തിട്ടുള്ള റീസണിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് കുറേ ടോപ്പിക്കുകളുണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ നേരത്തെ എക്സാം ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ കാണും, അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങിയവർ കാണും. അപ്പൊ അവരൊക്കെ നേരത്തെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതല്ല ആദ്യമായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ സെക്ഷൻ ബ്ലഡ് റിലേഷൻ ആയിരുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. താങ്ക് യു.